നമസ്കാരം വ്യൂവേഴ്സ്, അരവീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അതായത് ഡിസംബർ 18, 2023 പാലക്കാടിൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കാനുള്ള ഡേറ്റാണ്. കാരണം ഇന്ന് പാലക്കാടിൻ്റെ സ്വന്തം ലുലു മാളിൻ്റെ ഓപ്പണിംഗ് ഡേ ആണ്. അപ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ട്, 3 മണിക്ക് ശേഷം മാത്രമാണ് പബ്ലിക്കിന് ലുലു മാൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം സമയം 2:45 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്ക് വന്ന് തുടങ്ങി. മഴ ആയതുകൊണ്ട് തന്നെ തിരക്കിന് ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ലുലു മാളിനകത്ത് കയറിയിട്ട് എന്തൊക്കെ കടകളാണ് ഉള്ളത്, എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങളെന്ന് അറിയാം. ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലുലു മാളിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അരവീസ് വ്ലോഗ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻട്രൻസിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ജി ലെതേഴ്സിൻ്റെ ഷോപ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് പാലക്കാടിൻ്റെ അഭിമാനമായ അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഷോപ്പ് ഉള്ളത്. അത് കഴിഞ്ഞ് ഗോ കളേഴ്സ്, വിസ്മയ്, പിന്നെ ഇവിടെ നോർത്ത് റിപ്പബ്ലിക്കിൻ്റെ ഷോറൂമുണ്ട്, നാവിഗേറ്റർ, വി സ്റ്റാർ, പിന്നെ എവിടെയാണ് MYOP അല്ലെങ്കിൽ മേക്ക് യുവർ ഓൺ പെർഫ്യൂമിൻ്റെ ഷോപ്പ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ താഴേക്കുള്ള എസ്കലേറ്റർ ഉണ്ട്. സ്ട്രെയിറ്റ് പോയാലാണ് ഈ ലുലു മാളിലെ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റായ ലുലു ഹൈപ്പർ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്തായാലും ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് തന്നെ ആദ്യം കയറാം. ഏകദേശം ഇപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ ഈ ഒരു 2 ഫ്ലോർ മാത്രമാണ് ഓക്യുപ്പൈഡ് ആയിട്ട് കാണാൻ പറ്റുന്നത്. മേലെ ചിക്കിംഗ് ഉണ്ട്, ടോപ്പ് ആൻഡ് ഡൗൺ, മൊമോ ആൻഡ് മീ. ഐ തിങ്ക് അത് ഫുഡ് കോർട്ടാണ് ആവാനാണ് സാധ്യത. ഇവിടെ ഫണ്ടൂറ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ജ്വല്ലറി ഷോപ്പാണ്, പിയോറ. പിന്നെ ഇത് ജമാൽ ഒപ്റ്റിക്കൽസ് ഉണ്ട് ഇവിടെ. നമുക്ക് നേരെ ഹൈപ്പർ മാർക്കറ്റിനകത്തേക്ക് പോവാം. എൻട്രൻസ് ഇവിടെയാണ്. ഇവിടെ അമേരിക്കൻ ടൂറിസ്റ്റർ ഉണ്ട്. നേരെ എൻട്രൻസിലേക്ക് പോകാം. ഇവിടെ റാഡിൻ്റെ ഗിഫ്റ്റ്സ് ആൻഡ് ഫ്രെയിം ഉണ്ട്. പിന്നെ ഇത് ഐ തിങ്ക് ഒരു ചെറിയൊരു ഫാൻസി സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയാണ്. ഇവിടെ കോഫി ഹൗസ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ കോഫി ഹൗസ്. സോ നമുക്ക് നേരെ ലുലു ഹൈപ്പർ മാർക്കറ്റിനകത്തേക്ക് പോകാം. റൈറ്റിലാണ് നമ്മുടെ ബാഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്ഥലം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫുള്ളി സ്റ്റോക്ക്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ലെറ്റാണിത്. ഒരുപക്ഷെ പാലക്കാടിലെ ഏറ്റവും വലിയ ഒരു സൂപ്പർ മാർക്കറ്റ്. ഇനി പാലക്കാടിലെ നിങ്ങളുടെ എന്താവശ്യത്തിനും, അതായത് വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇവിടെ എത്തിയാൽ മതി. ഏകദേശം കാണാൻ എനിക്ക് ഫോറം മാളിലുള്ള ഒരു ലുലു മാളിൻ്റെ ലുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെയും ഏകദേശം ഈ സൈസ് തന്നെയായിരുന്നു. കയറി വരുമ്പോൾ തന്നെ ഓഫേഴ്സൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഗാലക്സിക്ക് 50% ഓഫ്, എല്ലാത്തിനും 50% ഓഫർ എല്ലാം ഫ്രണ്ടിലാണ്. ഇവിടെയൊക്കെ ചോക്ലേറ്റ്സിൻ്റെ ഡിസ്പ്ലേ ആണ്. ലിൻഡോർ, പിന്നെ കിൻഡർ ജോയ് ഉണ്ടായിരുന്നു, ചോക്കോ പായ്, പിന്നെ ന്യൂട്ടല്ല, എല്ലാത്തിനും ഓഫേഴ്സാണ്. ഈ ഓഫേഴ്സൊന്നും പാലക്കാട് വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളത് ഗ്യാരൻറ്റീഡാണ്. നമ്മളിതിനകത്ത് കയറി കഴിഞ്ഞാൽ ഏകദേശം ഈ ഷോപ്പ് മൊത്തം കണ്ടു തീർക്കാൻ തന്നെ ഒരു അരമണിക്കൂർ എടുക്കും. ചോക്ലേറ്റ്സിനൊക്കെ എൻഡ്ലെസ് ആയിട്ടുള്ള അയിലാണ് ഇവിടെ. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു സ്റ്റോർ വെച്ചിട്ടുണ്ട്, റോസ്റ്ററി. ഇത് എല്ലാ ലുലു മാളിലും ഉണ്ടാവുന്നതാണ്. ഇത് ബിസ്ക്കറ്റ്സിൻ്റെ സെക്ഷനാണ്. ഇത് നേരെ കാണുന്നത് ഇവരുടെ ഡെലി സെക്ഷനാണ്. അതായത് ഐ തിങ്ക് സാലഡ്, ജാം അതൊക്കെ കൊടുക്കുന്നതാണ്. കൊച്ചി ലുലു മാളിൽ പോയിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. നമുക്ക് എന്തായാലും അവിടെ പോയി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ലുലുവിൻ്റെ ഡെലി സെഷൻ. ഇവിടെ പലതരം ചീസുകളുണ്ട്, സാലഡ്, പിന്നെ പിക്കിൾഡ് ഐറ്റംസ്, ഇതെല്ലാം തന്നെ മയോണൈസ്, മിൻ മയോണൈസ്, ഹമ്മൂസ്, പിന്നെ ഹാലപ്പിനോ ചീസ്, ജാമുകൾ, അച്ചാറുകൾ. ഇവിടെ വീണ്ടും ഇതൊക്കെ ശരിക്കും എറണാകുളം ലുലു മാൾ പോലെ തന്നെയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് ഇന്നൊരു ദിവസം. ഇനി എന്താവുമെന്ന് അറിയില്ല. എന്തായാലും ഇന്ന് ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഫുള്ളി സ്റ്റോക്ക്ഡ് ആയിട്ട് തന്നെയാണ്, ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് ഇവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് കാണുന്നതാണ് ലുലുവിൻ്റെ ദ കിച്ചൺ സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് സ്നാക്സിൻ്റെ സെക്ഷനാണ്. ചിക്കൻ പോപ്കോൺ, പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് കുറച്ച് കോണ്ടിനെൻ്റൽ ഉണ്ട്, മേലെ മൊമോ ഉണ്ട്, ദഹിവട, കേർഡ് റൈസ് ഒക്കെ ഉണ്ട്. ഇത് ഗ്രിൽഡ് ഐറ്റമാണ്, ഫിഷ് ഐറ്റംസ് ആണ് ഇവിടെ ഫുള്ളായിട്ടുള്ളത്. പിന്നെ ബീഫ് കൂർക്ക, കോഴി കക്കത്തിൽ, ഇതെല്ലാം നോൺ വെജിറ്റേറിയൻ ആണ്. 2 ടൈപ്പ് ബിരിയാണി ഉണ്ട്. നമ്മുടെ പാലക്കാടിൻ്റെ സ്വന്തം റാവുത്തർ ചിക്കൻ ബിരിയാണി ഇവിടെ ഉണ്ട്. തൊട്ടപ്പുറത്ത് ഹൈദരാബാദി മട്ടൻ ബിരിയാണി കാണാം. പിന്നെ ഇത് പല ടൈപ്പ് ഗ്രേവികൾ, പിന്നെ ഇവിടെയും കുറച്ച് റൈസ്. ഇവിടെ ഫുള്ളായിട്ടുള്ള ഷവായി ചിക്കൻ അല്ലെങ്കിൽ
ഗ്രിൽ ചിക്കൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെ കുറേ ഫ്ലേവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അതൊന്നും ബോർഡ് ഇതുവരെ എഴുതി വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ പിന്നെയും നമ്മുടെ തലശ്ശേരി സ്നാക്സിൻ്റെ സെക്ഷനാണ്. വട, പിന്നെ പഴം നിറച്ചത്, സ്പ്രിംഗ് റോള്, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതാണ് നമ്മുടെ വെജിറ്റേറിയൻ സെക്ഷൻ. ചെട്ടിനാട് മഷ്റൂം കറി, പനീർ ബട്ടർ മസാല, വെജിറ്റബിൾ കുർമ, ചന്ന മസാല, സാമ്പാർ, ഗോബി, മെഴുക്ക് പുരട്ടി, പനീർ ടിക്ക, ഗോബി 65. സോ വെജിറ്റേറിയൻസിനുള്ള സെഷൻ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ലെമൺ റൈസ്, പനീർ ടിക്ക കൊണ്ടുള്ള ബിരിയാണി. ഇതൊക്കെ വളരെ റീസണബിളി പ്രൈസ്ഡ് ആണ്. 250 ഗ്രാംസിന് 75 രൂപയുള്ളൂ. അതായത് ഒരാൾക്ക് വയറ് നിറയെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഇവർ വെറും 75 റുപ്പീസിനാണ് തരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചൈനീസ് ഐറ്റംസ് ഉണ്ട്. ഹണി ചില്ലി കോളിഫ്ലവർ, ക്രിസ്പി ഫ്രൈഡ് വെജിറ്റബിൾ, സോട്ടഡ് വെജിറ്റബിൾ, പനീർ ഷാസ്ലിക്, പിന്നെ വെജിറ്റബിൾ മഞ്ചൂരിയൻ, ഷെഷ്വാൻ വെജിറ്റബിൾസ്, ചില്ലി പനീർ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. അതായത് ഏകദേശം ഒരു നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാവുന്ന എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. ഗ്രിൽഡ് ഐറ്റംസ്, ഇതെല്ലാം ഗ്രിൽഡ് ഐറ്റംസ് ആണ്. പിന്നെ പിസ്സ ഉണ്ട്, നാനിൽ ബേസ് ചെയ്തിട്ടുള്ള പിസ്സ ഉണ്ട്, ഫഹീറ്റ റാപ്പ്, അതുപോലത്തെ ചെറിയ ചെറിയ സ്നാക്സ് ആണ്. ഇവിടെ ലൈവ് ഗ്രിൽ കൗണ്ടർ ഉണ്ട്. ഇത് നമ്മളുടെ ഫ്രോസൺ പിസ്സയുടെയും ഒക്കെ ഏരിയയാണ്. ജസ്റ്റ് നമുക്ക് എടുത്തിട്ട് പോകാം. ഈ ടൂണ സാലഡൊക്കെ നമുക്ക് ആ സാലഡിൻ്റെ അതിലിപ്പോയാലും ഫ്രഷ് ആയിട്ട് നമുക്ക് പാക്ക് ചെയ്യാം, ലൂസായിട്ട് കിട്ടും. പിന്നെ അത് ഡീടോക്സ് വാട്ടറാണ്. ഈ ഇടയിൽ ഡീടോക്സ് വാട്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡീടോക്സ് വാട്ടർ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഭയങ്കര നല്ലതാണ്. ഇത് ഇഡ്ഡലി ബാറ്റർ, ദോശ ബാറ്റർ, ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ബാറ്റർ എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതോടുകൂടി ആ ഒരു കിച്ചൺ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ബേക്കറി ആൻഡ് കഫേ സെക്ഷനിലേക്കാണ്. ഇവിടേക്ക് പോകുന്ന വഴി ഇത് കണ്ട് ഞാൻ ഒന്ന് ഞെട്ടിപ്പോയി. കാരണം ഇത് ഇത്രയും ഡോനറ്റ്സ് ആണ്. ഏകദേശം എൻ്റെ ദൈവമേ എത്ര ഡോനറ്റാണ്, പല വെറൈറ്റി ചോക്ലേറ്റ്. പിന്നെ ഇവിടെ ഫുള്ള് കേക്ക്സിൻ്റെ ഒരു വെറൈറ്റി സെഷൻ ഉണ്ട്. എന്തായാലും ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പോൾ എല്ലാവരും കേക്ക് വാങ്ങിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ലുലുവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക്, എല്ലാ വെറൈറ്റി കേക്കും ഇവിടെ അവൈലബിൾ ആണ്. സത്യം പറഞ്ഞാൽ ഈ മിനി പെയിൻ ഓഫ് ഫ്രൊമാജ് ഇതും സത്യം പറഞ്ഞാൽ പാലക്കാട് എവിടെയും കിട്ടില്ല. പിന്നെ ക്രൊസോൺസ് ഉണ്ട്. വാവ്, ഐ എം പ്ലസൻ്റ്ലി സർപ്രൈസ്ഡ്. കാരണം ലുലു വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ പ്രേ ചെയ്തത്, പാലക്കാടിൽ ഇതുവരെ ട്രൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ലുലു കൊണ്ടുവരണം തന്നെയാണ്. തീർച്ചയായിട്ടും ലുലുവിൻ്റെ മേലെ ഉണ്ടായിരുന്ന എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടില്ല. ഐ എം സോ എക്സൈറ്റഡ്. കാരണം ലുലു പോലെ ഒരു ജയൻറ്റ് നമ്മുടെ പാലക്കാടിലേക്ക് എത്തുകയാണെങ്കിൽ പാലക്കാടിൻ്റെ ഫുഡ് സീൻ കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പോവുകയാണ്. ഓ മൈ ഗോഡ്, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇത്രയ്ക്ക് എക്സൈറ്റഡ് ആവുന്നത്. ഇവിടെ ഡോനറ്റ്സിൻ്റെ സെക്ഷൻ ഉണ്ട്. തൊട്ടിപ്പുറത്ത് നോക്കുമ്പോൾ തിരാമിസു കേക്ക്, പ്രീമിയം റെഡ് വെൽവെറ്റ് കേക്ക്, പലതരം കേക്കുകളുണ്ട്. അതിൻ്റെയൊക്കെ സ്ലൈസസും അവൈലബിൾ ആണ്. ചോക്ലേറ്റ് ചീസ് കേക്ക്, മാംഗോ ചീസ് കേക്ക്, ലോട്ടസ് ചീസ്, ഇതൊക്കെ പാലക്കാടിലെ ഒരു ബേക്കറിയിലും ഇത്രയും വെറൈറ്റി ആയിട്ട് അവർ ഇതുവരെ സെർവ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ശരിക്കും കാണുമ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിലേക്ക് പോയതുപോലെ തന്നെ ഫീൽ ചെയ്യുകയാണ്. പാലക്കാട് ഇതൊക്കെ കാണുന്നത് വളരെ വളരെ അത്ഭുതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഫ്രഞ്ച് പേസ്ട്രീസ് ആണ്. ആപ്പിൾ ഡാനിഷ്, മാംഗോ വാൾനട്ട് ഡാനിഷ്, ഇതൊക്കെ ബേസിക്കലി ഒരേ ഒരു ബേസിന് മേലെ ടോപ്പിങ്സ് മാത്രമേ അവർ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ ചീസ് കപ്സ്, ഇതൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. വാവ്, ആ ബ്ലൂബെറി ടോർട്ടിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രഷ് ബ്ലൂബെറീസ് ആണ്. അത് വളരെ റെയറാണ്. പാലക്കാട് ഫ്രഷ് ബ്ലൂബെറീസ് യൂസ് ചെയ്ത് ഇതേപോലത്തെ ഡിഷസ് കിട്ടുന്ന ഒരു സ്പോട്ട് പോലും എനിക്കറിയില്ല. എല്ലാവരും മറ്റേ ബ്ലൂബെറി കോമ്പോട്ടൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ബേക്കറി സെക്ഷൻ കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ കുക്കീസ് ആൻഡ് അറബിക് സ്വീറ്റ്സ്, മാക്സിമം കൂടിപ്പോൾ നമ്മുടെ പാലക്കാട് ബക്ലാവ കിട്ടും. ബക്ലാവ പല ബേക്കറിലും കിട്ടും. ആ ഇരിക്കുന്ന പിരമിഡ് പോലത്തെ ബക്ലാവ പല ബേക്കറികളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പാലക്കാട് വേറെ എവിടെയും കിട്ടില്ല. ഞാൻ എന്തായാലും ബക്ലാവ കുറച്ച് വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നുണ്ട്. വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഷോപ്പിങ്ങിന് വേണ്ടി ഇവിടെ വരും. ഇവിടെ ജാർ കേക്കുകളാണ്. ഡ്രീം കേക്ക്, ജാർ കേക്ക്, അതൊക്കെ ഇവിടെ ഒരു സെക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡ്രീം കേക്കിന് എത്ര രൂപ വരുന്നത്? ഡ്രീം കേക്കിന് 1200 ആണ് റേറ്റ് വരുന്നത്. എത്രയാണ്? 1 കിലോയുടെ ഡ്രീം കേക്ക് 1200. ഇവിടേക്ക് പാക്ക് ചെയ്ത് വെച്ച കേക്കുകളുണ്ട്. ഇതെല്ലാം പ്രീ പാക്ഡ്. ഇതൊക്കെ കൊച്ചിയിൽ കാണുന്ന പോലെ തന്നെയാണ്. സ്വിസ് റോള്, കേക്ക്, അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിവരുടെ ബ്രെഡ് സെഷനാണ്. ഓ മൈ ഗോഡ്, പച്ചക്കറികൾ എന്താ ഇവരുടെ ഡിസ്പ്ലേ നോക്കുക. വളരെ ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ പച്ചക്കറി കൂട്ടിയിട്ട് കണ്ടിട്ടുണ്ട്. ബട്ട് ഈ ഒരു കളർ കണ്ടോ, എന്ത് ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആർട്ടിഫിഷ്യലാണെന്ന് തോന്നിപ്പോകും. ഒറിജിനൽ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഇത്രയും ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കിത് വാങ്ങിക്കാൻ തോന്നും. ഈ മുളക് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. സ്വീറ്റ് പലേർമോ, വാവ്. ഓക്കെ, നമ്മുടെ വെള്ള കാന്താരി ഉണ്ട്.
വെജിറ്റബിൾ സെഷൻ വരെ എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കുന്നത് നോക്കിക്കോളൂ. ഇത് തന്നെയാണ് ലുലുവിൻ്റെ ഏറ്റവും വലിയ ഓക്കെ. ഇത് ഇലക്കറികളാണ്, ലീഫ് വെജിറ്റബിൾസ് ആണ്. ഇത് മർത്തങ്കാളിയുടെ അമരാന്തസ്യ അത് തന്നെയാണ്. മിൻറ്റ് ലീവ്സ്, കൊറിയൻഡർ ലീവ്സ്, നമ്മുടെ ചീര. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലെറ്റ്യൂസിൻ്റെ പല വെറൈറ്റി ഇവിടെ ഉണ്ട്. ബ്രൊക്കോളി, റാഡിഷ്, സ്വിസ് ചാഡ്, ഇതൊന്നും പാലക്കാട് ലോക്കലി അവൈലബിളേ അല്ല. ബേബി സ്പിനച്ച്, പിന്നെ റോക്കറ്റ്, നമ്മളുടെ ഇറ്റാലിയൻ പിസ്സ ഒറിജിനൽ കഴിച്ചിട്ടുള്ളവർക്കറിയാം. അതിന് മേലെ ടോപ്പ് ചെയ്യുന്നൊരു ലീഫാണ് റോക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ, എനിക്ക് ഓ മൈ ഗോഡ്, ഫ്രഷ് ആർട്ടിച്ചോക്ക്. ആർട്ടിച്ചോക്കിൻ്റെ ഈ ഔട്ടർ ലീവ്സൊക്കെ ഇങ്ങനെയുള്ള ആർട്ടിച്ചോക്ക് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സീരിയസ്ലി നമ്മുടെ വെജിറ്റേറിയൻസിന്, അതായത് ഈ എപ്പോഴും പനീറും മഷ്റൂമും പിന്നെ കൂടിപ്പോയാൽ നമ്മൾ എന്താ കഴിക്കുക, കോളിഫ്ലവറൊക്കെ കഴിക്കുന്നവർക്ക് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ സെഷൻ വളരെ വളരെ അട്രാക്റ്റീവാണ്. ഇത്രയും നമ്മുടെ പൊങ്ങ്, നമ്മുടെ നാട്ടിലേക്ക് ഇടുന്ന പൊങ്ങ് കട്ട് ചെയ്ത് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. ഫ്രഷ് ബ്ലൂബെറീസ്, പിന്നെ സ്ട്രോബെറീസ്, റാസ്ബെറീസ്. മൈ ഗോഡ്, റാസ്ബെറിയും മൾബെറിയും ഫ്രഷാണ് കേട്ടോ. ദിസ് ഇസ് നോട്ട് ഫ്രോസൺ. എത്ര റേറ്റ് എന്നൊന്നും എനിക്കറിയില്ല, ബട്ട് എന്തായാലും ഞാൻ റാസ്ബെറി എടുക്കുന്നുണ്ട്. ആൻഡ് മൾബറി, ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ വീട്ടിൽ 2 മൾബറി ചെടി വാങ്ങിച്ചു വെച്ചത്. അതിൽ കായ ആയിട്ടില്ല. എനിക്ക് മൾബറി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ എന്തായാലും ലുലുവിൽ മൾബറി കിട്ടും. ഇത് ഡേറ്റ്സിൻ്റെ സെഷനാണ്. വാവ്, സോ ഗുഡ്, സീരിയസ്ലി. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസിൻ്റെ സെഷൻ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു. എല്ലാ വെജിറ്റബിൾസും ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന എല്ലാ വെജിറ്റബിൾസും ഇവിടെ ഉണ്ട്. വെജിറ്റബിൾസിൻ്റെ എല്ലാം കഴിഞ്ഞ് നമുക്ക് നേരെ ഫ്രൂട്ട്സിലേക്ക് പോകാം. ഫ്രൂട്ട്സിൻ്റെ ഡിസ്പ്ലേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ കൂടെ കണ്ടു. പാഷൻ ഫ്രൂട്ടാണോ ഇരിക്കുന്നത്? നല്ല ഒന്നാന്തരം പാഷൻ ഫ്രൂട്ട്, 2 വെറൈറ്റി. പ്രീമിയം പാഷൻ ഫ്രൂട്ടും ഉണ്ട്, പർപ്പിളും ഉണ്ട്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് റെഡ്, ഡ്രാഗൺ ഫ്രൂട്ട് വിയറ്റ്നാം. പിന്നെ ഇത് അവക്കാഡോ വെറൈറ്റിയാണ്. നമ്മുടെ നാട്ടിൽ ഇവിടെ സൗർ സോപ്പ് ഉണ്ട്, ഷുഗർ ആപ്പിൾ, ഇത് നമ്മുടെ ആത്തച്ചക്ക. ഞങ്ങളുടെ നാട്ടിൽ ആത്തച്ചക്കയെ പറയുക, പാലക്കാട് എന്താ പറയുക എനിക്കറിയില്ല. വലിയ ഗോവ, മറ്റേ തായ്ലൻഡ് പേരൊക്കെ എന്ന് പറയില്ലേ അത്. പിന്നെ ബെർ ഫ്രൂട്ട്, ഗോവ, മാങ്ങയുടെ ഒരു വലിയ വെറൈറ്റി. നമ്മുടെ പനന്നുങ്ക് 34 രൂപ 1 കിലോ. ഓക്കെ. പിന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കണ്ടു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാതളം. ഇതെന്ത് ഫ്രൂട്ടാണിത്? പേഴ്സിമൺ. പേഴ്സിമൺ, നമ്മൾ ഈ ഇൻസ്റ്റയിലെ പല വീഡിയോസിൽ ഞാൻ ഈ പേഴ്സിമൺ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. അതും ഇവിടെ ഉണ്ട്. ഇത്രയൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത്രയും പെരിഷബിൾ ഗുഡ്സ് പാലക്കാട് ഇത്രയും വലിയൊരു സ്കെയിലിൽ ലുലുവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. വേറെ ആരും ചെയ്യാനുള്ളൊരു ഒരു അവസരം പാലക്കാട് ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇതിൻ്റെയൊക്കെ ഒറിജിനും എഴുതിയിട്ടുണ്ട് കേട്ടോ, എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത്. ഇത് മാൻഡറിൻ ഓറഞ്ചാണ്. ലെമൺ, ഇത് റിയൽ ലെമൺ. ഇതാണ് നമ്മൾ മാസ്റ്റർ ഷെഫിലൊക്കെ കാണുന്ന ലെമൺ. ഇതാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാരങ്ങ ഇത്. ബട്ട് ഇതാണ് യഥാർത്ഥ ഫോറിനേഴ്സ് ഉപയോഗിക്കുന്ന ഈ പൈയൊക്കെ ഇല്ലേ, ലൈം പൈയിലൊക്കെ ഉപയോഗിക്കുന്ന നാരങ്ങ. ഇതിൻ്റെ കൂടെ തന്നെ ഗ്രേപ്പ് ഫ്രൂട്ട് ഉണ്ട്. ഇത് ഓറഞ്ച് അല്ല, ഓസ്ട്രേലിയൻ ഓറഞ്ച് എന്നൊക്കെ പലരും പറയും. ബട്ട് ഇതിനകത്ത് റെഡ് കളറായിരിക്കും. ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ജ്യൂസിന് ഒരുപാട് ന്യൂട്രിയൻ ബെനിഫിറ്റ്സ് ഉള്ളതാണ്. ബട്ട് ഗ്രേപ്പ് ഫ്രൂട്ട് ഇസ് ഓൾസോ അവൈലബിൾ. 229 രൂപയാണ് 1 കിലോയ്ക്ക് അവർ റേറ്റ് ഇട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാൻ പോയപ്പോഴും ഇതുവരെ ഞാൻ 250 വീഡിയോ കണ്ട് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു വീഡിയോ എടുക്കാൻ പോയപ്പോഴും ഞാൻ ഇത്രയ്ക്ക് എക്സൈറ്റഡ് ആയിട്ടില്ല. കാരണം അത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, എടുക്കുന്നു, വലിയ ചേഞ്ച് ഒന്നുമില്ല. ബട്ട് ഇത് പാലക്കാട് പോലൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം നമ്മളുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഷോപ്പ് ചെയ്യണം നമ്മൾ കോയമ്പത്തൂർ പോകുമായിരുന്നു. ബട്ട് ഇന്ന് ഡിസംബർ 18 ആ ഒരു എൻവയോൺമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. ഇത് ഇത്രയും ഇവരുടെ ഫ്രോസൺ ഫുഡ് സെക്ഷനാണ്. സോസേജും പിന്നെ നമ്മളുടെ ഇവരുടെ എന്താ ഫ്രഞ്ച് ഫ്രൈസ്, ഇതൊക്കെ ഒരു ഫ്രീസറിലാണ് പാലക്കാടുള്ള പല കടകളും ഒരൊറ്റ സെഷൻ ഉണ്ടാകും, ഒരൊറ്റ ഇത്. ബട്ട് ഇവിടെ 1, 2, 3, 4 അയിലായിട്ടാണ് അവരിത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവരുടെ ഡ്രിങ്ക്സിൻ്റെ സെഷനാണ്. റാണി ഫ്ലോട്ടും ബാർബിക്കാനും അതൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നമ്മുടെ പനീർ, മിൽക്കി മിസ്റ്റിൻ്റെ ഒരു എൻറ്റയർ ഡെപ്പോസിറ്ററി ഇവിടെ ഉണ്ട്. ക്രാഫ്റ്റ്, ഓക്കെ, അറേബ്യനാണ് ക്രാഫ്റ്റ്. അൽമറായുടെ ക്രീം, മിൽക്കി മിസ്റ്റിൻ്റെ ഡിസ്പ്ലേ. ഇത് ഇത്രയും ഡ്രിങ്ക്സിൻ്റെ സെഷനാണ്. ആപ്പി ഫിസ്, ഇതൊക്കെ എന്താണ്? ഇതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് കടകളിൽ. വാവ്. നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ലുലുവിലേക്ക് വന്നോളൂ. കഴിക്കുന്ന സാധനങ്ങൾ എന്ത് വേണോ നിങ്ങൾക്ക് ലുലുവിലേക്ക് വരാം.
സീരിയസ്ലി ഞാൻ ഇനി എന്തായാലും മിക്ക ദിവസങ്ങളും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ കാണും. എൻ്റെ ഒരു രണ്ടാമത്തെ വീടായിട്ട് മാറാൻ പോവുകയാണ് ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ്. ഞാൻ ചുമ്മാ പറയല്ല, നിങ്ങളിവിടെ കണ്ടിട്ട് പൊക്കമുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഹായ് പറഞ്ഞാൽ അത് മിക്കവാറും ഞാനായിരിക്കും. ഞാൻ ഇവിടെ തന്നെ കാണും. അത്രയും സാധനങ്ങളുണ്ട് ഇവിടെ കഴിച്ചു തീർക്കാനായിട്ട്. ഒരു ഫുഡിയുടെ ഡ്രീമാണ് ഈ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ്. നടന്ന് കണ്ടു, വീഡിയോയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ചിട്ട് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാം കൂടി ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ശ്വാസം മുട്ടിപ്പോയി. അതാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്തത്. ഞാനിപ്പോൾ നടന്നെത്തിയത് ഇവിടെ റോസ്റ്ററിയാണ്. നേരത്തെ നമ്മൾ കണ്ടു. എന്തൊക്കെ ടൈപ്പ് നട്ട്സ് ഉണ്ടെന്ന് നോക്കാം. ഇവിടെ പിസ്താഷ്യോ, വാൾനട്ട്, അവിടെ ഡ്രൈ മിക്സഡ് ബെറീസ്, ഇതൊക്കെ റോസ്റ്റഡ് ഫ്ലേവേർഡ് ആൽമണ്ട്സ് ഉണ്ട്, ബാർബിക്യൂ ഉണ്ട്, പിന്നെ ഡ്രൈ റോസ്റ്റഡ് കാഷ്യൂ വിത്ത് ഹണി, പേപ്പർ കാഷ്യൂ, ബർമ കാഷ്യൂ, അതായത് നമ്മുടെ തൊലി എടുക്കാത്ത കാഷ്യൂ നട്ട്സ് ഉണ്ട്. പിന്നെ അവിടെ പീനട്ട്സിൻ്റെ പല ടൈപ്പ് ഉണ്ട്. അവിടെ പിക്കാൻ നട്ട്സ്, ബ്രസീൽ നട്ട്സ്, മാക്കഡേമിയ നട്ട്സും അവിടെ ഒന്ന് ഞാൻ സൂം ചെയ്യാൻ നോക്കട്ടെ. അത് പെക്കാൻ, മക്കഡേമിയ, പിന്നെ ബ്രസീൽ നട്ട്. ഇതൊക്കെ നമ്മൾ നോർമലി പാലക്കാടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ ചിലപ്പോഴൊക്കെ ഇവിടെ സ്റ്റോക്ക് കാണാറുണ്ട്. ബട്ട് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ, ഈ ഒരു സ്കെയിലിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എത്ര ക്യാഷ് കൗണ്ടറാണുള്ളത്? 1 2 3 4 5 ക്യാഷ് കൗണ്ടറും അത്യാവശ്യത്തിലധികം തന്നെയുണ്ട്. നല്ല തിരക്കുള്ള സമയത്ത് നിങ്ങൾക്ക് അധികം നേരം ക്യൂ നിൽക്കേണ്ടി വരില്ല. ഇന്ന് ഓപ്പണിംഗ് ഡേ ആയിട്ട് തന്നെ തിരക്ക് കുറച്ച് കുറവാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ സമയമായിട്ടില്ല. ഇപ്പോൾ ഏകദേശം 3 മണി കഴിയുന്നേ ഉള്ളൂ. ഓപ്പണായി കുറച്ച് നേരെ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഏകദേശം കുറച്ച് തിരക്ക് വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ തിരക്ക് വന്നാലും നമുക്ക് ഡീൽ ചെയ്യാനുള്ള ക്യാഷ് കൗണ്ടേഴ്സ് ഇവിടെ ഉണ്ട്. ധൈര്യമായിട്ട് നമുക്കൊന്ന് പർച്ചേസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ, അപ്പോൾ ഒരു സാന്റാക്ലോസും 2 റെയിൻഡിയേഴ്സും. പക്ഷേ കുറേ റെയിൻഡിയേഴ്സ് ഉണ്ടാവുമല്ലോ സാന്റാക്ലോസിൽ. ഇതിപ്പോൾ 2 ഉള്ളൂ. ബാക്കി റെയിൻഡിയേഴ്സൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ 2 വരെ ഉള്ളൂ. ഇത് മറ്റേ ഡ്രിങ്ക്സ് അല്ലേ, നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക്സിൻ്റെ സെക്ഷനാണ്. പ്ലം കേക്ക്സിൻ്റെ ഒരു ഡിസ്പ്ലേ. ഏകദേശം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെയുള്ളത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ മിസ് ചെയ്ത ഒരു കാര്യമാണ്. ഇതൊക്കെ ചോക്ലേറ്റ്സിൻ്റെ, നമുക്ക് ജസ്റ്റ് കൗണ്ടറിൻ്റെ അവിടെയുള്ള ചോക്ലേറ്റ്സ് ആണ്. പിന്നെ ഇത് ക്രിസ്മസിന് വേണ്ടി മാത്രമായിട്ട് ഇവരൊരു ചെറിയ സംഭവം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ അല്ലെങ്കിൽ പുൽക്കൂടിനകത്ത് വെക്കേണ്ട ഓർണമെൻ്റൽ ഐറ്റംസ് മാത്രമുള്ളൊരു സെഷനാണ്. പല ടൈപ്പ് ഉണ്ട്. ഇവിടെ തന്നെ കേക്കുകളും ഇവിടെയുണ്ട്. ഇതൊക്കെ ക്രിസ്മസ് ബോൾസ് ആണ്. 2 ആർട്ടിഫിഷ്യൽ റെയിൻഡിയേഴ്സിൻ്റെ ഡിസ്പ്ലേ, ക്യാൻഡിൽസ്, പുൽക്കൂടിനകത്ത് വെക്കാനുള്ള ഫുൾ സെറ്റ്, ഇങ്ങനത്തെ ഡിസ്പ്ലേസ്, ക്യാൻഡിൽ, അത് LED ക്യാൻഡിൽസാണ്. എല്ലാം ഉണ്ട് ഇവിടെ. ഇത് ഈ ശ്വാസം മുട്ടുന്ന ആക്ച്വലി നടന്നിട്ടല്ല. ഇത്രയും സാധനങ്ങൾ ഒരു സ്ഥലത്ത് നമ്മൾ കാണുമ്പോൾ എന്നെപ്പോലൊരു ഫുഡിക്ക് ഉണ്ടാകുന്ന നാച്ചുറൽ എക്സൈറ്റ്മെൻ്റ് ആണ്. ഒരു എന്താ പറയുക, ഒരു അത്ഭുതം എന്നൊക്കെ പറയില്ലേ, അത് മാത്രമാണിത്. ഇനിയും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ഇനി മേലെ ലുലു കണക്റ്റും ലുലു ഫാഷനും കൂടി ഉണ്ട്. അത് നമ്മളുടെ സൈഡല്ല, എന്നാലും കണക്റ്റിൽ എനിക്കൊന്ന് കയറിയിട്ട് ഇലക്ട്രോണിക്സിൻ്റെ ഓഫറൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടുന്ന് ബൈ പറഞ്ഞ് ഇറങ്ങാനുള്ള സമയമായി. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പുറത്ത് പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ജമാൽ ഒപ്റ്റിക്കൽസ് നമ്മൾ നേരത്തെ കണ്ടു. നമുക്ക് മേലെയുള്ള ഫ്ലോറിലേക്ക് എസ്കലേറ്റർ ഉപയോഗിച്ച് പോവാം. ലിഫ്റ്റ് എവിടെയാണെന്ന് എനിക്കറിയില്ല, കാരണം എല്ലാവരും എസ്കലേറ്ററിൽ കയറാറില്ലല്ലോ. ലിഫ്റ്റ് അവിടെയാണ്. ഹൈപ്പർ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ വലത് സൈഡിൽ, കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ലിഫ്റ്റ് ഉള്ളത്. നമ്മൾ മേലേക്ക് കയറി വരുമ്പോൾ തന്നെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റൈറ്റ് സൈഡിൽ കാണുന്നത് ഫണ്ടൂറയാണ്. കുട്ടികൾക്കുള്ള ഗെയിംസും അതൊക്കെയാണ് ഇവിടെ. ലെഫ്റ്റിലുള്ളത് ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിൻ്റെ സൈസൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം. ഇവിടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മളുടെ സ്വന്തം NMRൻ്റെ അപ്പ് ടൗൺ ഈറ്റ്സ്. NMRൻ്റെ ഓണർ മിസ്റ്റർ റസാഖ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ പോയി ഒന്ന് ഹായ് പറയട്ടെ. റസാഖിക്ക നമസ്കാരം. അടിപൊളിയായിട്ട് പോകുന്നു. റസാഖിക്കോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു പോയി. പിന്നെ NMR അപ്പ് ടൗണിൻ്റെ മാർക്കറ്റിംഗ് മാനേജറും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് മെല്ലെ ഇങ്ങോട്ട് വന്നു. ഇതൊരു പുതിയ പിസ്സ ഷോപ്പാണ്, പിസ്സ റിക്കോട്ട. പാലക്കാട് ഇതുവരെ വന്നിട്ടില്ല, ലുലുവിൽ മാത്രമേ ഉള്ളൂ. റൈസ് ആൻഡ് നൂഡിൽസും ഇല്ല. ടോപ്പ് ആൻഡ് ഡൗൺ നമുക്ക് സ്വന്തം, നമ്മുടെ രാജുവിൻ്റെ ടോപ്പ് ആൻഡ് ഡൗൺ. ഇത് മൊമോ ആൻഡ് മീ നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അവിടെ വോക്സ് കിച്ചൻ്റെ മുതലാളി സുനൂൺ നിൽപ്പുണ്ട്. ഹായ് സുനൂൺ. വർഷ ഹായ്. ഇവരെയൊക്കെ നമ്മുടെ വോക്സ് കിച്ചൻ്റെ സ്വന്തം ആൾക്കാരാണ്. സുനൂണിനെ നമ്മൾ ഇതുവരെ വീഡിയോയിൽ കൂടെ കണ്ടിട്ടില്ല. ഇത് വോക്സിൻ്റെ ആണല്ലേ? അപ്പോൾ വോക്സിൻ്റെ സബിൽ ഇ തരിഫ് ആ ഒരു ഷോപ്പാണിത്. ഇവിടെയൊക്കെ നമുക്ക് പിന്നീട് വരാവുന്നതേ ഉള്ളൂ. ഇവിടെ വോക്സിൻ്റെ തന്നെ ഡെസേർട്സ് ഒക്കെ ഇവിടെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവരോട് സംസാരിച്ചതിന് ശേഷം വീഡിയോ റെസ്യൂം ചെയ്യാം. വോക്സിൻ്റെ ഷോപ്പിന് തൊട്ടടുത്ത് ചിക്കിങ് അങ്ങനെ പാലക്കാടിലേക്ക് വന്നിരിക്കുകയാണ്. പാലക്കാടിൽ KFC ഒരു ഗംഭീര കംബാക്ക് നടത്തിയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചിക്കിങ് എത്തിയിരിക്കുന്നത്. ചിക്കിങ്ങിൻ്റെ ഫ്രൈഡ് ചിക്കൻ, ഇവരുടെ ബർഗേഴ്സൊക്കെ വളരെ അഫോർഡബിളാണ്, നല്ല ക്വാളിറ്റിയാണ്. ചിക്കിങ്ങിൻ്റെ തൊട്ടടുത്ത് ഫണ്ടൂറയും ഫുഡ് കോർട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലുലുവിൻ്റെ
ഫാഷൻ സ്റ്റോറും ലുലു കണക്റ്റും. പിന്നെ അവിടെ 2 ഫലൂഡ നേഷൻ ഇസ് ഹിയർ. ഓ മൈ ഗോഡ്, അങ്ങനെ പാലക്കാടിലേക്ക് ഫലൂഡ നേഷൻ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എവിടെയാണ് നല്ല ഫലൂഡ കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാമല്ലോ, ധൈര്യമായിട്ട് ഫലൂഡ നേഷനിലേക്ക് വരാൻ. അപ്പോൾ ഇവിടെയുള്ള ഫുഡ് കോർട്ടിലുള്ള കടകളുടെയൊക്കെ തന്നെ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ചാനലൊരു വഴിയാവുമെന്ന് തോന്നുന്നു. കാരണം ഈ കടകൾക്കൊക്കെ ഞാൻ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ കെൽപ്പുള്ള കടകളാണ്. അപ് ടൗൺ ഈറ്റ്സ് ആയാലും ശരി, ഫലൂഡ നേഷൻ ആയാലും ശരി, പിസ്സ റിക്കോട്ട ആയാലും ശരി, ഒരു ഫുഡിയുടെ ഡ്രീമാണ് ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഡയറി ഡേ ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റാണ്. ഇത് പൾപ്പ് ഫാക്ടറി നാച്ചുറൽ ജ്യൂസിൻ്റെ ഒരു ഷോപ്പാണ്. അത് ഒരു ടീ സ്റ്റോപ്പ്. പിന്നെ അവിടെ എന്തോ ഒരു പുതിയ ഷോപ്പ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം ലുലു കണക്റ്റിൽ കയറി ഒന്ന് നോക്കാം അല്ലേ. ലുലു കണക്റ്റിലേക്ക് കയറാം. കണക്റ്റിനും ലുലു ഫാഷൻ സ്റ്റോറിനും കൂടെ ഒരൊറ്റ എൻട്രിയാണ്. രണ്ടും ഒരു വലിയ സ്പേസാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുവഴിയാണ് കയറേണ്ടത്. ഇതുവഴി കയറിയിട്ട് മൊത്തം ഷോപ്പും കാണാം. ഇവിടെ ഒരു ചെറിയ ക്രിസ്മസ് ഡിസ്പ്ലേ. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ആരോ, വാൻ ഹ്യൂസൻ, അലൻസോളി, ഫോസ്റ്റൽ. ഇത് വാച്ചിൻ്റെ സെഷനാണ്. ഇവിടെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ഹായ് പറഞ്ഞു. ഇത് അഖിൽ എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൻ ലുലുവിൽ എന്തായാലും കയറി, കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. സോ അഖിലെ പറ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഉഷാറാണ്. അപ്പോൾ ലുലു പാലക്കാടേക്ക് വന്നിരിക്കുകയാണ് ഫൈനലി. നിനക്ക് എന്താ ഇവിടെ റോള്? മാർക്കറ്റിംഗ് കോർഡിനേറ്ററാണ്. അപ്പോൾ എന്തായാലും ഒരാളെ ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് കഴിയട്ടാ. കാണാം, ബൈ. നമ്മൾ പഠിപ്പിച്ച ഒരാൾ ഒരു പൊസിഷനിൽ എത്തിയെന്ന് അറിയുമ്പോഴത്തേക്കും നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. അത് എൻ്റെ മാർക്കറ്റിംഗ് ക്ലാസ്സിലായിരുന്നു. പിന്നെ ഇവിടെ ഇത് ഫാഷനെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്ത എനിക്ക് ഇതൊക്കെ കണ്ട് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. ബട്ട് എന്തായാലും എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ബ്രാൻഡ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ യു കെയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഇതുപോലത്തെ സാധനം ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ട്. പാലക്കാടിൻ്റെ ചൂടിൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിട്ടിട്ട് AC റൂമിൽ കയറി ഇരിക്കേണ്ടി വരും ഇതിൻ്റെ ഉപയോഗം നമുക്ക് ചെയ്യാനായിട്ട്. ഇത് കുട്ടികളുടെ സെഷനാണ്. തൽക്കാലം ഇതും എനിക്ക് ആവശ്യമില്ല. എൻ്റെ ദൈവം, ഇത് തീരുന്നില്ലേ? കുറേ ആയല്ലോ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പാലക്കാടിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസ് ഇപ്പോൾ ഇതാണോ? നീളത്തിൻ്റെ ഇതിൽ പല നിലയുള്ള ഡ്രസ്സ് കടകൾ ഒരുപാടുണ്ട്. അപ്പം നീളത്തിൽ ഇത്രയും ബ്രാൻഡ്സ് ഒരു സ്ഥലത്ത് പാലക്കാട് ഒരുപക്ഷെ ആദ്യമാണെന്നാണ് തോന്നുന്നത്. ഇത് കൊച്ചുകുട്ടികളുടെ സെഷൻ തന്നെയാണ്. ഇതിനകത്ത് നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വർക്കൗട്ടാവും കേട്ടോ. കാരണം നിങ്ങൾ പാലക്കാട് കോട്ടയിൽ നിന്ന് നടക്കാൻ പോകണ്ട. ഇതിനകത്ത് എല്ലാം നടന്ന് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു 5-6 കിലോമീറ്റർ നിങ്ങൾ നടന്നായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഫുള്ള് ലേഡീസിൻ്റെ സെഷനാണ്. ഞാൻ വഴി മാറി ഇവിടെ എത്തിയതാണ്. നമുക്ക് ജെൻസിൻ്റെ അവിടേക്ക് ഒന്ന് പോവാം. എന്തായാലും ഇവിടെ കാഷ്വി, ഒറേലിയ, ഗോ കളേഴ്സ്, പിന്നെ അത് ലോഞ്ചറി സെഷനാണ്. ഇതിവിടെ ആക്സസറീസ്, ജ്വല്ലറീസിൻ്റെ സെക്ഷൻ ഇവിടെയുണ്ട്. ഇതൊന്നും നമുക്ക് കാര്യമില്ല. ഇവിടേക്കും കുട്ടികളുടെ സ്ഥലം. പിന്നെ ഇവിടെ ടോയ്സിൻ്റെ ഒരു സ്പോട്ടുണ്ട്. എന്തായാലും അതൊക്കെ ഒന്ന് കവർ ചെയ്തേക്കാം. കാരണം ഇന്ന് നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരണം എന്നുള്ള ഒരേ ഒരു നെർഫ് ഗൺ. ഇത്രയും പ്രായമായി എനിക്കിപ്പോഴും നെർഫ് കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകമാണ്. നെർഫിൻ്റെ ക്വാളിറ്റി, നെർഫിൻ്റെ ബുള്ളറ്റ്സ്, ഇതൊക്കെ വളരെ പോപ്പ് കൾച്ചറിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെർഫിൻ്റെ ഗൺസൊക്കെ ഇവിടെ ഇതെന്തൊക്കെയാണ്? ഇതൊക്കെ കുറച്ച് നോർമൽ ടോയ്സാണ്. ബാർബിയുടെ ഒരു വലിയ ഡിസ്പ്ലേ ഇവിടെയുണ്ട്. ബാർബി മൂവി ഇറങ്ങിയതിന് ശേഷം എല്ലാവർക്കും വളരെ സുപരിചിതമാണ് ബാർബി. അപ്പോൾ ബാർബി ഡോൾസ് ഇവിടെ ഉണ്ട്. ഒറിജിനൽ ബാർബി ഡോൾസ് ആണെന്ന് തോന്നുന്നു. ബ്രാൻഡ് നോക്കട്ടെ. എല്ലാം കൂടെ താഴെ വീണം. നൈസായിട്ട് ബാലൻസ് പോയി 3 ബാർബി ഡോൾ താഴെ വീണു. ഡാമേജ് ഒന്നുമില്ല, നല്ല പാക്കിംഗ് ആയതുകൊണ്ട്. ഇത് ഒറിജിനലാണ്, മെറ്റലിൻ്റെ തന്നെ ഒറിജിനൽ ബാർബി ഡോൾസാണ്. അപ്പോൾ അത് ഫാഷൻ, നടുക്ക് ടോയ്സ്, അപ്പുറത്തേക്ക് പോയാൽ അത് ലുലു കണക്റ്റ് ആയി കഴിഞ്ഞു. അതിൻ്റെ രണ്ടിൻ്റെയും ബോർഡറായിട്ടാണ് ഈ ഒരു ടോയ്സിൻ്റെ സെഷൻ അവർ വെച്ചേക്കുന്നത്. ഇവിടെ നേരെ കാണുമ്പോഴത്തേക്ക് റെഫ്രിജറേറ്റർ, ഓവൻ, ഫാൻ, സീലിംഗ് ഫാൻ ആൻഡ് ടേബിൾ ഫാൻ. ഈ ഫാൻ എന്താ പറയുക, എന്തോ ഒരു പേര് പറയും. ആ ഫാനാണിത്, സ്റ്റാൻഡിൽ വെക്കുന്ന ഫാൻ. ടേബിൾ ഫാൻ അല്ലത്, എന്തായാലും ടേബിൾ ഫാനായിട്ട് യൂസ് ചെയ്യാമായിരിക്കും. ഇത് അക്വാഗാർഡ്, വാക്യൂം ക്ലീനർ, കെറ്റില് എല്ലാം ഉണ്ട്. ഇലക്ട്രോണിക്സിന് പ്രത്യേകിച്ച് ഓഫറൊന്നും ഇവിടെ കാണുന്നില്ല. ഉണ്ട്, ഓഫറുണ്ട്. കെറ്റിലിനൊക്കെ 1510. ഹാവൽസിൻ്റെ ബ്രാൻഡഡാണ്. ഫ്രിഡ്ജിൽ നിന്ന് നേരെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ വീട്ടിലെ യൂസ് ചെയ്യാനുള്ള ടവൽസും പിന്നെ റഗ്സും അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. ഇത് ഹാൻഡ് സോപ്പ് ഡിസ്പെൻസർ.
അവിടെയാണ് അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഷോപ്പ് പുറത്തുണ്ട്. അതല്ലാതെയുള്ള ഒരു ഷോപ്പ് VIP സ്കൈ ബാഗ്സ് ടൂറിസ്റ്റർ കെമിലിയൻ സഫാരി അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ ആണ്. ഇത് ബെഡ്ഷീറ്റ് അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏകദേശം ഒരു വീട്ടിനുള്ള എല്ലാം ഇവിടെ ഉണ്ട്. അപ്ലയൻസസ് ഉണ്ട്, ഫുഡുണ്ട്, ബേസിക്കലി എവറിത്തിങ് യു നീഡ് ഫോർ എ ഹോം ഇറ്റ്സ് അവൈലബിൾ ഇൻ ലുലു. പിന്നെ ഇത് സൈക്കിളോ, ഓക്കെ, സൈക്കിളുണ്ട് ഇവിടെ. ഇത് ഐ തിങ്ക് സ്പോർട്സിൻ്റെ കാര്യങ്ങളാണ്. യോഗ മാറ്റ്, ഫുട്ബോൾ, ക്രിക്കറ്റ് ബാറ്റ്, സൈക്കിൾ, ഓക്കെ, ബാഡ്മിൻ്റൺ കളിക്കാനുള്ളത്. പ്യൂമയുടെയും അഡിഡാസിൻ്റെയും സ്കെച്ചേഴ്സിൻ്റെയും ഷൂസ് ഉണ്ട്. ഫോർമൽ ഷൂസ് ഇപ്പുറത്തുണ്ട്, ഇവിടെയുണ്ട്. ഡിബാക്കേഴ്സ്, കോട്ടിജാനി, ബോങ്കേഴ്സ്, ഹാപ്പൻ സ്റ്റാൻസ്, ബാറ്റ കോംഫിറ്റ്, കാഷ്വി, മാർക്ലോറെ, സ്കെച്ചേഴ്സ് എല്ലാം. ഓക്കെ, ഒരു എല്ലാ ബ്രാൻഡ്സിൻ്റെയും പ്രോഡക്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ക്ലോത്ത്സിന് എല്ലാത്തിനും ഓഫർ റണ്ണിങ് ആണ്. ഞാൻ കാണുന്നതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ബൈ 2 get 1 ഫ്രീ ഇവിടെ കണ്ടു. ഇവിടെ ബൈ 1 get 20% ഓഫ്, ബൈ 2 get 30% ഓഫ് പാൻസ് ആണത്. പിന്നെ ഇവിടെയും എല്ലാത്തിനും ഓഫർ ഇട്ടിട്ടുണ്ട്. ലുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യം ഓഫേഴ്സാണ് മൈൻഡ് വരിക. വളരെ ഡിസ്കൗണ്ട് റേറ്റിൽ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് ലുലുവിന് ഇവിടെ തരാൻ പറ്റും. വീണ്ടും ഫാഷനിൽ നിന്ന് കണക്റ്റിലേക്ക് വന്നു. ഇവിടെ മൊബൈൽ, ലാപ്ടോപ്പ്, TV. ഇതൊരു വലിയ TV ഇരിപ്പുണ്ടല്ലോ, അത് VU കാലിഫോർണിയയുടെ 85 ഇഞ്ചിൻ്റെ TV ആണിത്. 75 ഇഞ്ചിൻ്റെ TV ഇംപെക്സിൻ്റെത് 99,990ക്കാണ്. കുറേ 9 കണ്ടപ്പോൾ കൺഫ്യൂഷനായി പോയി. ഇവിടെ TCLൻ്റെ 4K TV ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഓഡിയോ എത്രത്തോളം നന്നായി കേൾക്കാൻ പറ്റില്ല, നല്ല സൗണ്ടാണ്. എല്ലായിടത്തും പാട്ട് ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ വൈഫൈയുടെ റൂട്ടേഴ്സും മോഡവും. അവിടെ UPS ഉണ്ട്. ഇവിടെ ഐ തിങ്ക് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഡ്രൈവ്, ഹാർഡ് ഡ്രൈവ്സിൻ്റെ ഒരു സ്പോട്ട്. പിന്നെ ഇവിടെ USB കണക്റ്റേഴ്സ്, ഇവിടെ ഹെഡ്ഫോൺസ്, പ്രിൻറ്റേഴ്സ്. മെല്ലെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഓത്തറൈസ്ഡ് റീസെല്ലർ ഓഫ് ദ ഫ്രൂട്ട് ആപ്പിൾ, ആപ്പിളിൻ്റെ മാക്ബുക്ക് എയർ 15. പിന്നെ ആപ്പിൾ വാച്ചിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. ഐഫോണിൻ്റെ ഡിസ്പ്ലേ എവിടെ? ഫോൺ എവിടെ? ഫോൺ കാണാനല്ലോ. ഇത് ഗാലക്സിയാണ്. ആപ്പിൾ ഇവിടെ, ഗാലക്സി ഇവിടെ. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ഒന്നുമില്ല. S23, S23 FE, A54, ഇത് രണ്ടും സാംസങ്ങിൻ്റെ ഇതാണ്. പിന്നെ ഇവിടെ വിവോ ഉണ്ട്. ആപ്പിളിൻ്റെ ഫോൺ കാണാനില്ലല്ലോ. ഐഫോൺ അവിടെ പോയി? ഐഫോൺ ഇവിടെ ഉണ്ട്, ബാക്കിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇവിടെ iPhone 15 ആണ്. iPhone 15 Pro വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഐഫോൺ ആവശ്യമില്ല, നമ്മൾ ഹാർഡ് കോർ ആൻഡ്രോയിഡ് ഫാൻ അല്ലേ. ലെൻസോളി. ഒരു പക്ഷേ ഞാൻ ഏറ്റവും കാഷ്വലായിട്ട് നടന്ന് എൻജോയ് ചെയ്തെടുത്ത വീഡിയോ ഇത് തന്നെയായിരിക്കും. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലുലുവിനകത്ത് വരുന്നത്. എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ സൗണ്ടിലൊരു മാറ്റം, എൻ്റെ സംസാരത്തിലൊരു മാറ്റം അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ എക്സൈറ്റ്മെൻറ്റും ഔട്ട് ഓഫ് കൺട്രോളായി പോയതുകൊണ്ട് മാത്രമാണ്. കാരണം എൻ്റെ മുഖത്തിപ്പോൾ ഒരു വലിയ ചിരിയുണ്ട്. ആ ചിരിച്ചോടെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, ഇവൻ എന്തായി കാണിക്കുന്നതെന്ന്. കാരണം ബട്ട് ഐ ഡോണ്ട് കെയർ. കാരണം എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് വ്യൂവേഴ്സിന് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് എന്തായാലും കണക്റ്റിലെയും ഫാഷനിലെയും കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. എക്സിറ്റ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അതിപ്പം നമ്മൾ വന്നത് എൻട്രിയാണ്. എക്സിറ്റ് ഇത് അവിടെയാണ്, ബിൽഡിംഗ് സെക്ഷനും അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവിടെ നിന്ന് പുറത്തിറങ്ങാം. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ട് കണ്ടു കഴിഞ്ഞു, ഫാഷൻ സ്റ്റോർ കണ്ടു കഴിഞ്ഞു, കണക്റ്റ് കണ്ടു കഴിഞ്ഞു, ഹൈപ്പർ മാർക്കറ്റ് കണ്ടു കഴിഞ്ഞു, വേറെ ചെറിയ ചെറിയ ഷോപ്സുകളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് കുട്ടികളുടെ സ്വന്തം ഫൺ ടൂറിലേക്കാണ്. അപ്പോൾ കുട്ടികളെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ എന്തൊക്കെയാണ് അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമല്ലോ. നമുക്ക് എന്തായാലും ഫൺ ടൂറിലേക്ക് പോകാം. ഇവിടെ എല്ലാം ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫ്രെയിമിലൊന്നും പെടാതെ മാറി മാറി നടക്കുകയാണ് ഞാൻ. ഫൺ ടൂറ വളരെ ചെറുതാണെന്ന് തോന്നുന്നു. ഓക്കെ, വളരെ കുറച്ച് ഗെയിംസേ ഉള്ളൂ ഇതുവരെ. ഒന്ന് അങ്ങോട്ടേക്ക് കയറി നോക്കണം. ഇവിടെ കുറച്ച് വീഡിയോ ഗെയിംസ് ഉണ്ട്, ബൈക്കിൻ്റെ കൊച്ചുകുട്ടികൾക്കുള്ള ഗെയിംസ്. ഇതൊക്കെ കാർ ഗെയിംസാണ്. പിന്നെ ഇവിടെ മറ്റേ ടിക്കറ്റ്സിൻ്റെ പരിപാടി തന്നെയാണ്. മറ്റേ വീൽ റോൾ ചെയ്തിട്ട് ജാക്ക് പോട്ട് അടിക്കുന്ന പരിപാടി, ബാസ്കറ്റ് ബോള്. ഇതൊരു ചെറിയൊരു മെരിഗോ റൗണ്ട് പോലത്തെ ഒരു സാധനം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാൻഡി ഫാക്ടറി, കുറച്ച് സ്നിക്കേഴ്സൊക്കെ ഇട്ടിട്ടുള്ള പരിപാടി. ഇതെങ്ങനെയാണ് കളിക്കണ്ടേ? ക്ലോ മെഷീനാണിത്. ഹലോ കിറ്റി. പിന്നെ അത് മറ്റേ പാരച്യൂട്ട് ഗ്ലൈഡ് ചെയ്യുന്ന പോലെ മേലേക്കും താഴേക്കും പോകുന്ന സാധനം. ഇതൊന്നും എനിക്കെന്താണെന്ന് അറിയില്ല. ഓക്കെ, ഇവിടെ കുറച്ച് കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ ആദ്യം തൊട്ട് കയറിയിരിക്കുകയാണ്.
കുട്ടികളെ ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ലേ? അപ്പോൾ പിള്ളേരെല്ലാവരും എന്തായാലും എക്സൈറ്റഡ് ആണ് ലുലുവിടെ വന്നതിനെക്കുറിച്ച്. കാരണം എല്ലാ പ്രായക്കാർക്കും ഉള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കൊണ്ടൂർ വളരെ ചെറുതാണ്, ബട്ട് എന്തായാലും കുട്ടികൾക്കൊരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ. കാരണം എന്തായാലും അമ്മയും അച്ഛനും കൂടെ ഷോപ്പിങ്ങിന് കയറുമ്പോഴും പർച്ചേസിന് കയറുമ്പോഴും കുട്ടികളെ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ വിട്ടിട്ട് പോവാം. അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ്സും ഇവിടെ അവൈലബിൾ ആണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു. ലിഫ്റ്റ്സ് ഉണ്ട്, വാഷ്റൂംസ് ഉണ്ട്, ഒരു ATM ഉണ്ട്, ഫെഡറൽ ബാങ്കിൻ്റെ ATM ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ അകത്ത് തന്നെ ATM ഉണ്ട്, നോ പ്രോബ്ലം. അപ്പോൾ ഏകദേശം നമ്മൾ ലുലു കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അപ്പുറത്തേക്ക് വല്ല ബിൽഡിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നതെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ എസ്കലേറ്ററിൽ ഇറങ്ങിയിട്ട് താഴെ പോയിട്ട് ഇനി വേണം എനിക്ക് ഹൈപ്പർ മാർക്കറ്റിൽ ഇറങ്ങി വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഇനി പർച്ചേസ് ചെയ്യണം. റിവ്യൂവിന് വേണ്ടി വേറൊരു ദിവസം വരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വേറൊരു ദിവസം വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസവും അന്നത്തെ ദിവസവും തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ്, ഇവർ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട സാധനങ്ങളൊക്കെ തന്നെ അന്നും ഉണ്ടോ, ഇവരെങ്ങനെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുപോലെ നമുക്കൊരു സ്റ്റഡി നടത്താനും ഉണ്ടാവും. അത് റെലവൻ്റ് അല്ല, എന്നാലും എനിക്കതൊരു അങ്ങനെ ചെയ്യാമെന്ന് തോന്നിയത് കൊണ്ട്. കാരണം അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം പാലക്കാട് ലുലുവിന് അവരെത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാലക്കാടിലെ ആൾക്കാർ എത്രത്തോളം ലുലുവിനെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒന്നുകൂടെ കയറുകയാണ്. ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ ലിറ്ററലി ഒരു പൂരത്തിനുള്ള ആളുണ്ട്. തിരക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ ഉള്ളതിനേക്കാളും ഒരു 3 ഇരട്ടി തിരക്ക് വന്നിട്ടുണ്ട്. കാരണം ആൾക്കാർ അറിഞ്ഞ് മെല്ലെ കയറിയിരിക്കുകയാണ്. ആകപ്പാടെ ലുലു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മാത്രമാണ് ഒരു പേജ് ഉണ്ടായിരുന്നു, നല്ല നല്ല റീൽസൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. പേപ്പറിലൊന്നും പരസ്യം ഞാനിന്ന് ശ്രദ്ധിച്ചില്ല. അപ്പം നല്ല രീതിക്ക് ഒരു പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഡെയിലി സംഭവമായിരിക്കും, നല്ല തിരക്ക് വരും. അപ്പോൾ ഞാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് അകത്തേക്ക് കയറുകയാണ്. ട്രോളി എടുക്കണം, അപ്പോൾ പർച്ചേസ് അല്ലേ, അപ്പോൾ ട്രോളി എടുത്താലേ പറ്റൂ. ട്രോളി ഇവിടെ ഇരിപ്പുണ്ട്, ചെറിയ ട്രോളി മതി, വലുത് വേണ്ട. വലിയ രീതിക്കുള്ള പർച്ചേസൊന്നുമില്ല. ഓഫറുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോക്കിയെടുക്കണം. എന്തായാലും ഗാലക്സി എടുക്കുന്നുണ്ട്. ഗാലക്സി 50% ഓഫിനാണ് ഇവിടെ സെയിൽ നടത്തുന്നത്. നിറയെ സ്റ്റോക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനൊരു 2 ഗാലക്സി എടുത്തേക്കാം. ഓക്കെ, പിന്നെ കിൻഡർ ജോയ് ഫെററോ റോഷർ മൊമെൻറ്റ്സ്. ഫെററോ റോഷറിൻ്റെ പുതിയ പ്രോഡക്റ്റാണ്. നമ്മുടെ സെക്കൻഡ് ചാനലായ വ്ളോഗിലെ മൊമെൻറ്റ്സിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ്, നോർമൽ റോഷെ പോലെയല്ല. ഓക്കെ, ഇത് ചോക്ലേറ്റ്സിന് സെക്ഷൻ കഴിഞ്ഞ് ന്യൂട്ടെല്ലയ്ക്ക് എന്താണ് ഓഫർ ഉള്ളത്? ഞാനൊരു ഭയങ്കര ന്യൂട്ടെല്ല ഫാനാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ന്യൂട്ടെല്ല ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇത് ക്രിസ്മസ് പാക്കിംഗ് ആണ്, ന്യൂട്ടെല്ലയുടെ സ്പെഷ്യൽ പാക്കിംഗ്. ഓഫർ ഉള്ളത് 390 and 275. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ന്യൂട്ടെല്ല എടുക്കുന്നുണ്ട്. ഇവിടെ ചോക്ലേറ്റ്സിൻ്റെയൊക്കെ വീട്ടിൽ കൊണ്ടുപോകുന്ന മറ്റേ ഹോം പാക്കോ അതുപോലെ പാക്സാണ്. മിനിയേച്ചർ, ട്വിക്സ്, സ്നിക്കേഴ്സിൻ്റെ, പിന്നെ അതിൻ്റെ അസോർട്ടഡ് വെറൈറ്റി, ഗാലക്സിയുടെ വെറൈറ്റി, ഡയറി മിൽക്ക്. പിന്നെ ഇവിടെ നമ്മുടെ സ്വന്തം ചോക്കി ഇപ്പോൾ ചോക്കി വേണ്ട, ടോബിലറോൺ, എല്ലാത്തിൻ്റെയും വെറൈറ്റി. മിൽമയുടെ ചോക്ലേറ്റ്. ഓക്കെ, ഞാൻ വേറെ എവിടെയും കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. മിൽമയുടെ ചോക്ലേറ്റ് ഉണ്ട്. ലിൻറ്റിനൊക്കെ നല്ല സ്റ്റോക്ക് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്കെ, ഇത് ഈ ഇടയ്ക്ക് ഞാൻ ടോപ്പ് നോസിൽ പോയപ്പോൾ കണ്ടായിരുന്നു. അവിടെ ഒരു ബ്രൗണി പോലത്തെ ഒരു ചെറിയൊരു പീസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ചോക്ലേറ്റ്സിൻ്റെ സെഷൻ തന്നെയാണ്. ചോക്ലേറ്റ്സിന് വലിയൊരു എന്താ പറയുക, ഒരു ഡെഡിക്കേറ്റഡ് ആയി ഇവർ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഡിസ്പ്ലേ ആണ്. കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ പേരൻസ് പ്ലീസ് ബി വെയർ. നിങ്ങളുടെ കയ്യിലുള്ള വലിയൊരു എമൗണ്ട് ഓഫ് മണി ചോക്ലേറ്റ്സിൽ ഇവിടെ പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ബി വെയർ. ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത് ആരും. ഇത് ബിസ്ക്കറ്റ്സിൻ്റെയാണ്. ലോട്ടസ് ബിസ്കോഫ് ബിസ്ക്കറ്റ്സ് ഇവിടെയുണ്ട്. സ്വിസ് മിൽക്ക് ചോക്ലേറ്റ് ഡിലൈറ്റ്സ്. വാവ്, ഇതുവരെ മേജി, ഹലോ പാൻഡ. ഈ ഹലോ പാൻഡ ബിസ്ക്കറ്റൊക്കെ കഴിച്ചതിന് കയ്യും കണക്കില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഏകദേശം ഇത് വാങ്ങിക്കാൻ തന്നെ അച്ഛൻ്റെ സാലറിയുടെ ഒരു പകുതി ചങ്ക് പോയിട്ടുണ്ടാവും. ഇതിലെ പാൻഡയുടെ പടമുള്ള ബിസ്ക്കറ്റ്, നൊസ്റ്റാൾജിക് സീരിയസ്ലി. ഓക്കെ, ബിസ്ക്കറ്റ്സിൻ്റെ അതിൽ കഴിഞ്ഞിട്ട് നമ്മൾ മേലെ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്താ വാങ്ങിക്കാനുള്ളത്? ഇവിടെ നിന്ന് ഇത്രയും മതി. ഇനി പിന്നൊരു ദിവസം വരുമ്പോൾ ബാക്കി സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഈ അയിലൊന്നും ഞാൻ കണ്ടതേ ഇല്ല നേരത്തെ. ഇത് പാസ്ത, ബരില്ലയുടെ പാസ്ത സോസാണിത്. ബേസിൽ സോസ്, അറബിയാറ്റ, ഓലിവ് സോസ്, പിന്നെ റാഗു. ഓ മൈ ഗോഡ്, ഈശ്വര. ഇതൊക്കെ മാസ്റ്റർ ഷെഫിൽ മാത്രം കേട്ടുകേൾവിയുള്ള സാധനങ്ങളാണ് ഇവിടെ ലുലുവിൽ ഇവർ കൊണ്ട് അടുക്കിയേക്കുന്നത്. ഐ തിങ്ക് ഇതൊക്കെ ഇമ്പോർട്ടഡ് തന്നെയായിരിക്കും. ഇത് ലസാനയുടെ ഷീറ്റാണ്, അഗ്നേസി. ഇത് പല ടൈപ്പ് പാസ്ത, വെർമിച്ചെല്ലി.
കൊറിയൻ നൂഡിൽസ് ബുൾഡാക്കിൻ്റെ നൂഡിൽസ് ഇവിടെ ഉണ്ട്. ഇത്രയും വെറൈറ്റി, അതായത് ബുൾഡാക്കിൻ്റെ നൂഡിൽസ് പാലക്കാട് കിട്ടില്ല എന്നല്ല, ഉണ്ട്. ബട്ട് ഇത്രയും വെറൈറ്റി വേറെ ഒരു സ്ഥലത്തും ഉണ്ടാവില്ല. നിങ്ങൾ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ ബുൾഡാക്ക് എന്താണെന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ലുലുവിലൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തോളൂ. റിയാക്ഷൻ വീഡിയോ ഇടണേ. റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് കമൻറ്റ് പറ്റുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് പോസ്റ്റ് ചെയ്തോളൂ. ഞാനൊന്ന് പോയി കണ്ട് എൻ്റെ റിവ്യൂ പറയാം. ഇത് മാഗിയുടെ സെക്ഷനാണ്. മാഗിയുടെ പുതിയൊരു പ്രോഡക്റ്റാണല്ലോ ഇത്, സ്പൈസി ഗാർലിക്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. സ്പൈസി മഞ്ചൂരിയൻ. ഓക്കെ, അതെന്തായാലും 2 എടുത്തേക്കാം. പുതിയ സാധനമല്ലേ, ട്രൈ ചെയ്യാമല്ലോ. ഇനി ഞാൻ ഇങ്ങനെ നടക്കും തോറും ഇവിടെ എന്തെങ്കിലും പുതിയ സാധനം കണ്ടാൽ ഞാൻ എടുത്തുകൊണ്ടേയിരിക്കും. കുഴപ്പമില്ല, നമുക്കെടുക്കാം. എന്തായാലും ലുലുവിൽ വന്നതല്ലേ, പർച്ചേസ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഓക്കെ തിരിച്ച് നടക്കാം. ഐ എം റിയലി സോറി, ഒരു പ്ലാനും ഇല്ലാതെ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കണ്ണിൽ കാണുന്ന എല്ലാം ഞാൻ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. ഇത് അവരുടെ പിൽസ്ബറിയുടെ ഇത് കേക്ക് സെഷനാണ്. കേക്ക് ബേക്കിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വെനില എക്സ്ട്രാക്റ്റ്, പിന്നെ മിൽക്ക് ഷേക്ക് അടിക്കാനുള്ള സാധനങ്ങൾ. ഇപ്പോഴത്തെ സീരിയലിൻ്റെ അതിലാണ്. ലുലുവിൻ്റെ തന്നെ കോൺഫ്ലെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി കെല്ലോഗ്സ്, ഫ്രൂട്ട് ലൂപ്സ്, മഞ്ചിൻ്റെ സിറിയലോ, മഞ്ച് സിറിയൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ മഞ്ച് സിറിയൽ ഇവിടെ ഉണ്ട്. ടോം ആൻഡ് ജെറി സിറിയൽ. ഓക്കെ, പല ടൈപ്പ് ഓഫ് ഗ്രനോള, മ്യൂസ്ലി. ഇവിടെ പ്രോട്ടീൻ ബൈറ്റ്സ് ഇല്ലേ, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, അതുണ്ട്. ഹണി. ഇതാണ് ഞാൻ നേരത്തെ കാണാൻ പോയത്. ഇവിടെ ഉണ്ട് ടേസ്റ്റി നിബിൾസിൻ്റെ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള അങ്കമാലി മാങ്ങക്കറി. ഇതൊക്കെ ഇൻസ്റ്റ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ആഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിയൽ, ഇതൊക്കെ പ്രീ പാക്ഡ് ആണ്. അവരെന്തോ മറ്റേ വാക്യൂം എന്തോ സീൽ വെച്ചിട്ടാണ് ഇതൊക്കെ പാക്ക് ചെയ്യുന്നത്. കുറേ കാലം കേടുകൂടാതെ ഇരിക്കും. വെജിറ്റബിൾ പുലാവ്, തലശ്ശേരി ബിരിയാണിയോ, ഇത് റെഡി ടു ഈറ്റ് അല്ല, പക്ഷേ ഇതൊക്കെ റെഡി ടു ഈറ്റ് ആണ്. പുട്ട്, പുലാവ്, ചിക്കൻ ബിരിയാണി, കടലക്കറി, യാതൊരു പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കാതെ അവർ ചെയ്യുന്നതാണെന്നാണ് ആഡ്സിൽ അവർ പറയുന്നത്. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എനിക്കിതൊക്കെ കഴിക്കണമെങ്കിൽ വീട്ടിലുണ്ടായി കഴിക്കാവുന്നേ ഉള്ളൂ. ബട്ട് നമ്മുടെ നാടൻ ടേസ്റ്റ് കഴിക്കാൻ പറ്റാതെ വിദേശത്ത് കിടന്ന് എന്താ പറയുക കഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ, ക്രേവിങ്സ് അല്ലേ, അപ്പോൾ അവർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ അവിയലൊക്കെ. വളരെ നാടൻ രീതിയിൽ തന്നെയാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ക്യാൻഡ് ആയിട്ടുള്ള മീറ്റാണ്, ഫിഷാണ്, ട്യൂണ മാത്രമാണ് ഇതിനകത്തുള്ളത്. നമ്മുടെ ആൻചോവി, മത്തി, ആൻചോവി എന്ന് പറഞ്ഞാൽ നത്തോലിയാണോ മത്തിയാണോ എനിക്കറിയില്ല, നോ ഐഡിയ. ഞാൻ അതുകൊണ്ട് കമൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ ടൊമാറ്റോ പ്യൂരി, രസഗുള, അതൊക്കെയാണ്. ഇത് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കണ്ടില്ലല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ ഡൽഹിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് കണ്ടില്ല. ഇത് നമ്മുടെ ചെറിയ ചെറിയ സ്നാക്സിൻ്റെ ഇതാണ്, മിക്സർ, ചിപ്സ്, പിന്നെ പലതരത്തിലുള്ള മിക്സർ. ഇവിടെ ഹോട്ട് ജിലേബി, ചാറ്റ്സിൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ. പാവ് ഭാജി, കച്ചോരി, ബേൽപൂരി, സമോസ, ചൂട് ജിലേബി, ഫ്രഷ് ജിലേബി ഇവിടെ കിട്ടും. നമുക്ക് കൺമുന്നിൽ തന്നെ ഫ്രൈ ചെയ്ത് തരുന്നതാണ്. കുറച്ച് ചെറുതാണെന്ന് തോന്നുന്നു, ബട്ട് കുഴപ്പമില്ല. നമ്മളിതൊന്നും പാലക്കാട് ഇതിന് മുമ്പ് കണ്ടിട്ടില്ലാത്ത സാധനങ്ങളാണ്. പിന്നെയും ഈ ഡോനറ്റ് സെഷൻ എന്നെ മാടി വിളിക്കുന്നു. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, ഡോനറ്റ് ബോൾസ്. അപ്പോൾ ഞാനൊരു ഡോനറ്റ് ബോൾസ് എടുക്കുന്നുണ്ട്. ചോക്കോ ഡോനറ്റും എടുക്കാം. ഇതൊന്ന് സോഫ്റ്റ് ആണോ നോക്കട്ടെ. അത്യാവശ്യം സോഫ്റ്റാണ്, കുറച്ചൊരു വെയിറ്റ് അനുഭവപ്പെടുന്നുണ്ട്. ബട്ട് എന്നാലും സോഫ്റ്റ് ആയിരിക്കണം, കാരണം ഒരു നല്ലൊരു ബൗൺസ് കിട്ടുന്നുണ്ട് ഇതിനകത്തുനിന്ന്. നമുക്ക് തുറന്ന് നോക്കി ഞെക്കി നോക്കാനൊന്നും പറ്റില്ല. നോർമലി ഞാൻ ബേക്കറി എടുത്തു കഴിഞ്ഞാൽ, ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് ആ ഡോനറ്റ് വാങ്ങിക്കാറ്. നമ്മുടെ തേൻമിഠായി, പിന്നെ ഇവിടെ കുക്കീസ് ഉണ്ട്, മാക്കറൂൺസ്, മെറേങ്. മാക്കറൂൺസിന് എത്രയാണ് റേറ്റ് വരുന്നത്? 228. വളരെ ചെറിയ മാക്കറൂൺസാണ്. ഓക്കെ, മാക്രോൺസിന് പൊതുവെ എക്സ്പെൻസീവ് ആണ്, ബിക്കോസ് മാക്രോൺസ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആൽമണ്ട് പൗഡറൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ബട്ട് എനിക്ക് മാക്രോൺസ് പൊതുവെ ഇഷ്ടമല്ല, അപ്പോൾ ഞാനത് എടുക്കുന്നില്ല. ആൻഡ് കുറച്ച് ഡള്ളായിട്ട് തോന്നുന്നുണ്ട്. എല്ലാം ആകെപ്പാടെ എനിക്ക് തോന്നുന്നു 3 ഫ്ലേവറേ ഉള്ളൂ, സ്ട്രോബെറി, മാംഗോ ആൻഡ് ഓറഞ്ച്. എനിക്ക് വാനില മാക്രോൺസ് ആണ് ഞാൻ കഴിക്കുകയാണെങ്കിലും കഴിക്കത്തുള്ളൂ. മാക്കറൂണല്ല, മാക്കറൂണും മാക്കറോണും തമ്മിൽ വ്യത്യാസമുണ്ട്. മാക്രോൺ എന്ന് പറയുന്നത് ആൽമണ്ട് ഫ്ലോറിന് ഉണ്ടാക്കുന്നത്, മാക്കറൂൺ എന്ന് പറയുന്നത് എഗ് വൈറ്റും കാഷ്യൂനട്ടും ഒക്കെ ചേർത്തുണ്ടാക്കുന്നതുമാണ്. തൂത്തുക്കുടി ഫേമസ് മാക്രോൺസ് ഒക്കെ കേട്ടിട്ടില്ലേ, അതാണ് സംഭവം. ഏകദേശം കാണാൻ ഈ മെറിങ്സ് പോലെ ഇരിക്കും. ഏകദേശം മെറിങ്സിൻ്റെ പ്രോസസ്സും മാക്രോൺസിൻ്റെ പ്രോസസ്സും സെയിം ആണ്. ഞാനിത് എന്തൊക്കെയാണ് പറയുന്നത്, ഇതെന്താ ഫുഡ് ക്ലാസ്സോ? എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഫോർ എൻ ഇൻഫർമേഷൻ. ഇത് ബേഗലാണോ താടി ഇരിക്കുന്നത്? സീനി വട, അതെന്ത് വട എന്താ താടി ഇരിക്കുന്നത്? ഇതൊക്കെ ആരും എനിക്ക് മനസ്സിലാവാത്തത്, ഇത്രയും പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പാലക്കാട് പോലെ ഇത്രയും ക്വാണ്ടിറ്റി, എനിക്കറിയില്ല, എനിക്ക് സീരിയസ് അല്ല. സ്നാക്കിംഗ് പെപ്പർ,
ഞാൻ നേരത്തെ ആ ഒരു പെപ്പറിൻ്റെ ഇത് കാണിച്ചു. ഇതെന്താണിത്? ഓറഞ്ച് കളർ മുളകോ? മുളകിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ അറ്റം മുതൽ ഈ അറ്റം വരെ മുളകുകളാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു സെലക്ഷൻ, ഈ ഒരു ഡിസ്പ്ലേ വളരെ അട്രാക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഇത് ഡിസൈൻ ചെയ്ത ആളെ എനിക്കൊന്ന് കണ്ടാക്കൊള്ളാമെന്ന് കേട്ടോ, അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഹൈവിൻ്റെ ഹണി കേക്ക് ഉണ്ട്, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ സ്വന്തം എന്താ പറയുക, വളരെ നല്ലൊരു റിലേഷൻഷിപ്പാണ് ഹൈവുമായിട്ട് ഞാനിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരുടെ ടോട്ട് കേക്ക് ഇപ്പോൾ ലോഞ്ച് ചെയ്യാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഒന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടോ നോക്കിയതാണ്. ഇവിടെ അത് ലോഞ്ച് ചെയ്തിട്ടില്ല. ഒരു ബീ ഹൈവും ഉണ്ട്, ഹൈവും ഉണ്ട്. 2 ടൈപ്പ് പ്രോഡക്റ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞെന്ന് തോന്നുന്നു. നമുക്ക് നേരെ ബില്ലിങ്ങിലേക്ക് പോവാം. എനിക്ക് വേറെ ഉണ്ടായിരുന്നത്, ഞാൻ ട്രിവാൻഡ്രം ലുലുവിൽ പോയപ്പോൾ അവിടെ ഫ്രഷ് ആയിട്ടുള്ള ബേസിൽ റോസ്മേരിയൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു പോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കിച്ചൺ ഹെർബ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിവിടെ കാണുന്നില്ല. ഞാൻ അതാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നല്ല. ഇത് ഹാലപ്പീനോസ് ആണോ? ഇത് ഹാലപ്പീനോസ് ആണ്. ഹാലപ്പീനോ നിങ്ങൾ പാലക്കാട് കണ്ടിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്കിൾഡ് ഹാലപ്പീനോസ് ആയിരിക്കും. നമ്മൾ ഡൊമിനോസിൽ നിന്ന് പിസ്സ വാങ്ങിക്കുമ്പോഴോ മാജിക്കോയിൽ നിന്ന് ബർഗർ വാങ്ങിക്കുമ്പോഴൊക്കെ ഹാലപ്പീനോസ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് പിക്കിൾഡ് ആയിരിക്കും. ബട്ട് ഇത് ഫ്രഷ് ഹാലപ്പീനോസ് ആണ്. എത്രയാണ് വരുന്നത്? കിലോ 349 രൂപയാണ് ഫ്രഷ് ഹാലപ്പീനോസിന് ഇവിടെ ചാർജ് ചെയ്യുന്നത്. ഇത് ഗലങ്കൽ, നമ്മുടെ മാങ്ങായിഞ്ചിയാണിത്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. കാരണം ഇത്രയും സാധനങ്ങൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും അറ്റൻഷൻ കൊടുക്കുന്ന വെച്ചാൽ ഭയങ്കര പാടാണ്. ബീട്രൂട്ട് കട്ട് ചെയ്തത്, വെണ്ടയ്ക്ക കട്ട് ചെയ്തത്, അവിയൽ ഉണ്ടാക്കാനുള്ളത് കട്ട് ചെയ്തത്, അമര ഇതൊക്കെ കട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഡെയിലി ചേഞ്ച് ചെയ്യുമെന്ന് തോന്നുന്നു. ഇത് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ്. ഈശ്വര, ഇത് ഫെനൽ. ഇതിൻ്റെ ലീവ്സ് ഇവിടെ ഇല്ലേ? ലീവ്സ് ഇവിടെ കാണാനില്ല. നമ്മുടെ പെരിഞ്ചീരകല്ലേ, ഫെനൽ, അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ട്യൂബറാണിത്. ഇത് സാലഡിലൊക്കെ യൂസ് ചെയ്താൽ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കാരണം കിട്ടിയിട്ടില്ല. ഇവിടെ ഇരിക്കുന്നത് ഞാൻ എന്താണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇത് അസ്പാരഗസ് ആണ്. അസ്പാരഗസും നിങ്ങൾ മാസ്റ്റർ ഷെഫ് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ക്ലീനായിട്ട് മനസ്സിലാവും അസ്പാരഗസ് എന്താണെന്ന്. ഇത് മഷ്റൂംസ് ആണ്. ഇത് നമ്മൾ ഈ രാമൻ ബൗളിലൊക്കെ ഈ മഷ്റൂംസ് ടോപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതും ഇവിടെ ഉണ്ട്. പിന്നെ ബട്ടൺ മഷ്റൂം, 2 വെറൈറ്റി മഷ്റൂം മാത്രമേ കാണുന്നുള്ളൂ. വേറെ ഓയിസ്റ്റർ മഷ്റൂംസും ഷിറ്റാക്കി ഒന്നും ഇവിടെ കാണുന്നില്ല. അതൊക്കെ മേ ബി വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ലുലു അല്ലേ, എന്തായാലും കൊണ്ടുവയ്ക്കും. പിന്നെ ഞാൻ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ഇതെന്താ പർവൽ? വലിയ കോവയ്ക്കാണെന്ന് തോന്നുന്നു. ഇപ്പുറത്ത് നോർമൽ കോവയ്ക്കുണ്ട്, ഇത് വലിയ കോവയ്ക്കാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. വലിയ കോവയ്ക്കല്ലേ? പിന്നെ ചട്നി അരയ്ക്കും ഇത് വെച്ചിട്ട്. ഇത് കോവയ്ക്കല്ലേ? അപ്പോൾ ചട്നി അരയ്ക്കുന്ന എന്തോ സാധനമാണ്. ആ ചട്നിയൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ആ ചേച്ചി ഉണ്ടായിരുന്നു, പറഞ്ഞു തന്നാൽ മനസ്സുണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മണ്ടത്തിനും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഇത് നമ്മുടെ ചെറിയ ചക്ക, കുഞ്ഞിച്ചക്ക. ഇത് നമ്മുടെ നമ്മൾ നേരത്തെ പാത്രത്തിലിട്ട് കണ്ടതിൻ്റെ ഫ്രഷ് സാധനം വിത്ത് തൈ. എന്തൊക്കെയാണ് നോക്കേ. തക്കാളി, മത്തങ്ങ, ഇതൊക്കെ നമ്മുടെ നാടൻ പച്ചക്കറികളാണ്. അപ്പോൾ ഏകദേശം ഹൈപ്പർ മാർക്കറ്റിലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ബേക്കറി സെക്ഷനിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളൊരു തിങ്കിങ്ങിലാണ്. ഇവിടെ കഫേ ഉണ്ട്. അകത്തിരുന്നതിന് നമുക്ക് കഴിക്കാനുള്ളൊരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. ഫുഡ് കോർട്ട് വരെ എടുത്തിട്ട് പോകണ്ട. നമ്മൾ ലുലു കൊച്ചിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കണം. ഇതങ്ങനെയല്ല, നമുക്ക് അവിടെ തന്നെ ചെറുതായിട്ട് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ എന്തെങ്കിലും വാങ്ങിയിട്ട് അകത്ത് പോയിരുന്ന് കഴിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ബില്ലിംഗ് കൗണ്ടറൊന്നും കാണുന്നില്ല. ഞാൻ എന്തായാലും നോക്കട്ടെ. എനിക്കിവിടുന്ന് ഒരു റെഡ് വെൽവെറ്റ് അല്ല, എന്തെങ്കിലും ഒരു ലോട്ടസ് ചീസ് കേക്കും അല്ലെങ്കിൽ മിക്സ് ബെറി ചീസ് കേക്ക്, ഏത് ചൂസ് ചെയ്യും? ആകെ എനിക്കൊരു വയറുമുണ്ട്, ഇത്രയും കഴിക്കാൻ സാധനങ്ങളും ഉണ്ട്. ഇതുവരെ ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല എനിക്ക് എന്ത് വാങ്ങിക്കണമെന്ന്. ഞാൻ എന്തായാലും ഒരു 2-3 എണ്ണം സെലക്ട് ചെയ്തിട്ട് അകത്തേക്ക് വരുന്ന കഴിച്ചിട്ട് ചെറിയൊരു റിവ്യൂ വീഡിയോ ഇടാം. കാരണം എനിക്ക് ഇവിടെ വന്നിട്ട് ഫുഡ് ട്രൈ ചെയ്യാണ്ട് പോകാൻ ഭയങ്കര മടി. അപ്പോൾ ഞാൻ എന്തായാലും എന്തെങ്കിലും 1-2 സാധനങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്യാം. അപ്പോൾ ഒരു ലോട്ടസ് ചീസ് പേസ്ട്രി, പിന്നെ സ്ട്രോബെറി ഡാനിഷ്, ഒരു ബ്ലൂബെറി ടാർട്ട്, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ബ്ലൂബെറി ടാർട്ട് എടുത്തത് അതിനകത്ത് കസ്റ്റേർഡ് ഫില്ലിംഗ് ആണെന്ന് തോന്നുന്നു. ഫ്രഷ് ബ്ലൂബെറീസ് ഉണ്ട്. ഡാനിഷിൽ ഫ്രഷ് സ്ട്രോബെറീസ് ആൻഡ് ആ ബേസ് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ആ ബേസ് നന്നായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ സെയിം ബേസിൽ ചെയ്തുകൊണ്ട് നന്നായിരിക്കും. പിന്നെ ലോട്ടസ് ചീസ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമല്ലേ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തേക്കാം. സാധനങ്ങൾ ബില്ലടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെയുള്ളവരുടെ ഫ്രഷ് ബേക്കറി അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് നോക്കിയത്. അതിനകത്ത് ബാഗറ്റ്സ് എന്തോ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പഫ്സ് എന്തോ ഉണ്ട്,
ഐ തിങ്ക് അത് പിസയാണ്. എന്തൊക്കെയോ ഒരു ഇതിനകത്ത് തന്നെയാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചത് കുറച്ചൊക്കെ സാധനങ്ങൾ കൊച്ചിയിൽ നിന്ന് എത്തുന്നതാണെന്നാണ്, പക്ഷെ അല്ല, ഇതിനകത്തൊരു ബേക്കിംഗ് യൂണിറ്റ് തന്നെയുണ്ട് ഇവിടെ. നെറ്റ്വർക്കിന് എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ ഇത്രയും സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാറിലോ അല്ലെങ്കിൽ നമുക്ക് പാർക്കിംഗ് ഗ്രൗണ്ടിലോ എവിടെയെങ്കിലും നിന്നിട്ട് ചെറുതായിട്ടൊന്ന് റിവ്യൂ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് യൂസഫ് അലി സാറിൻ്റെ ബ്രദർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോൾ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ആളുടെ ബ്രദർ ഇവിടെ ഉണ്ട്. പിന്നെ ലുലു ഗ്രൂപ്പിൻ്റെ CEO അവരൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാം എങ്ങനെ പോകുന്നു നോക്കാൻ വേണ്ടിയിട്ട് അവർ ദേ ആർ സ്റ്റേയിങ് ബാക്ക് ഹിയർ. അവരെയൊക്കെ കണ്ടു. ഇവിടെ ഇത് പോപ്കോൺ സെഷനാണ്. ഞാൻ ബില്ലിംഗ് കൗണ്ടറിലേക്ക് പോകുമായിരുന്നു. ബില്ലിംഗ് കൗണ്ടറിൽ പോയിട്ട് ബില്ല് അടിച്ചിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ടേർട്ടിൽ ചിപ്സ്, ഇത് ഞാൻ വിചാരിച്ചു ഇത്രയും കാലം ഓൺലൈനിൽ മാത്രമേ അവൈലബിൾ ആണ്, ബട്ട് ഇപ്പോൾ ഷോപ്പുകളിൽ വന്നു തുടങ്ങി. ഇത് ഒറിയോൻ്റെ ആണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു 4 ലെയർ ചിപ്സ്. ഇത് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തതാണ്. ഞാൻ ഓൺലൈൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ലതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് അതെവിടെ സ്പൈസി ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, അതിവിടെ അവൈലബിൾ അല്ല ആ ഫ്ലേവർ. ഇത് ടാങ്കി ടൊമാറ്റോ മെക്സിക്കൻ ലൈം നല്ലതാണ്, അടിപൊളിയാണ്. ഇതല്ലാതെ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കവറിൽ നമ്മുടെ ഈ ഡൊറീറ്റോ സിസ്ലിംഗ് ഹോട്ട് പോലെയൊക്കെ പാക്കിംഗ് ഉള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിവിടെ കാണുന്നില്ല. അതുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ചിലപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഇല്ലാത്തതായിരിക്കും. അതിൻ്റെ സ്റ്റോക്ക് വരുമ്പോൾ അതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എരിവാണ്. സ്പൈസ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാൻ അത് റെക്കമെൻഡ് ചെയ്യും, ടർട്ടിൽ ചിപ്സിൻ്റെ. നല്ല തിരക്കായിട്ടുണ്ട്. ഞാൻ ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഇനി നമുക്ക് റിവ്യൂ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള 3 കേക്ക് ഐറ്റംസും ട്രൈ ചെയ്താൽ. ഇത് ബീട്രൻസിൻ്റെ ഷോറൂമാണ്. നാവിഗേറ്റർ, V-സ്റ്റാർ ഇതൊക്കെ നമ്മൾ കയറിയപ്പോൾ തന്നെ കണ്ടതാണ്. നമ്മൾ വരുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇരുണ്ട് മൂടിയ ക്ലൈമറ്റാണ്, നല്ല കാറ്റുണ്ട്. പല സ്ഥലത്തും കേരളത്തിൻ്റെ മഴയാണ്. മഴയുടെ കൂടെ കോവിഡും വന്നിട്ടുണ്ട്. ഇപ്പോൾ മാസ്ക് നിർബന്ധമാക്കി വരികയാണ്. ഇപ്പോൾ ഇവിടെ തൽക്കാലം ആരും തന്നെ മാസ്ക് ഇട്ടിട്ടില്ല, ബട്ട് ഏറ്റവും വേഗത്തിൽ തന്നെ എല്ലാവരും മാസ്ക് വെക്കണം എന്നുള്ള റൂള് വരുന്നത് തന്നെയാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് സ്കൂൾ പിള്ളേരും കോളേജ് പിള്ളേരും ഒക്കെ ഇതിനകത്തുണ്ട്. ഇന്നൊരു ദിവസം ശരിക്കും പാലക്കാടിന് ഉത്സവം തന്നെയാണ്. നമ്മളങ്ങനെ ലുലുവിനെ വിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഏകദേശം ലുലുവിനകത്തുള്ള എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കാഴ്ചപ്പറമ്പ് ജംഗ്ഷൻ ശരിക്കും പാലക്കാടിൻ്റെ ഒരു ഹോട്ട് സ്പോട്ടായി മാറാൻ പോവുകയാണ്. നമ്മൾ പുറത്തിറങ്ങി. ക്ലൈമറ്റ് ഏകദേശം കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. കാറ് നമ്മൾ അപ്പുറത്തെ പാർക്കിങ്ങിലാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ടെന്ന് അറിയില്ല. ഞങ്ങൾ വന്നപ്പോൾ തന്നെ സെക്യൂരിറ്റി പുറത്ത് പാർക്ക് ചെയ്യണം പറഞ്ഞു. നല്ല കാറ്റാണ്. അപ്പോൾ പാലക്കാട് ലുലുവിനോട് തൽക്കാലം നമുക്ക് പറയാം. എന്തായാലും നമ്മൾ ഇവിടേക്ക് തിരിച്ചു വരും. ഒരുപാട് ഫുഡ് റിവ്യൂസ് ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ കാർ പാർക്കിങ്ങിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്, വണ്ടി വരുന്നുണ്ട്. ഞാൻ മാറിയതാണ്. അപ്പോൾ ഇനി ഫുഡ് റിവ്യൂയിലേക്ക് നമുക്ക് കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ പോയി ഫുഡ് റിവ്യൂ ചെയ്യാം. കാർ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. ഞാൻ വന്നപ്പോൾ ഇത്രയും കാറുകൾ ഇവിടെ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ അവിടെ നിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് നേരത്തെ കാർ പാർക്കിംഗ് കാണിക്കാത്തത്. എന്താണ്, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്. ഞാൻ ഇല്ലയെന്നാണ് പറഞ്ഞത്. ഇവിടെ ഉണ്ട്. പ്ലസ് പുറത്തുള്ളൊരു ഔട്ട്ഡോർ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുകയായിരിക്കണം, കാരണം റോഡൊക്കെ ഇപ്പോഴും ഇത് മഴയുടെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ഇവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആമ്പിൾ കാർ സ്പേസ്, പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇപ്പം മഴയൊക്കെ പെയ്ത് ചെളിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഇത് രാത്രി കാണാൻ അന്യായ ഭംഗിയായിരിക്കും. ഏകദേശം അവിടെ നിന്നുള്ള റോഡിൻ്റെ വ്യൂ നേരെ ഇവിടേക്ക് വരുന്നു. നേരെ കാറിലേക്ക് പോട്ടെ. കാർ അറ്റത്താണ് പാർക്ക് ചെയ്യുന്നത്. മഴയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് നിന്നുകൊണ്ട് ഫുഡ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉണ്ട്. കാറിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കേക്ക്സിൻ്റെയും പേസ്ട്രിയുടെയും ഒന്നും കളേഴ്സ് അധികം ഇതായിട്ട് കാണില്ല. അപ്പോൾ ഫേവറബിൾ ലൈറ്റിംഗ് അല്ല, ഇരുണ്ട് മൂടിയാണ് നിൽക്കുന്നത്. എന്നാലും നമുക്ക് പുറത്തുനിന്ന് തന്നെ ചെയ്യാം. മഴ പെയ്ത് കഴിഞ്ഞാൽ കാറിനകത്തേക്ക് കയറേണ്ടി വരും. ബട്ട് മഴ പെയ്യില്ല, കാരണം 3 സാധനങ്ങളല്ലേ ഉള്ളൂ. പെട്ടെന്ന് റിവ്യൂ കഴിയും. അങ്ങനെ നമ്മൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് വന്നു. റിവ്യൂ ചെയ്യാനായിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പുറത്തെടുക്കാം. ചീസ് കേക്ക് ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോയിട്ടുണ്ട്. അത് ബില്ലിംഗ് സമയത്ത് സംഭവിച്ചതാണ്. അതുവരെ വളരെ കെയർഫുള്ളായിട്ടാണ് ഞാൻ കൊണ്ടു നടന്നത്. ബ്ലൂബെറി ടാർട്ടിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഡാനിഷും കറക്റ്റാണ്. ആദ്യം നമുക്ക് ബ്ലൂബെറി ടാർട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഫ്രഷ് ബ്ലൂബെറീസ് എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് കഴിക്കുക? ഞാനൊരു ബൈറ്റ് എടുക്കട്ടെ. നല്ല ബട്ടറി ആയിട്ടുള്ളൊരു ക്രസ്റ്റ്, അതിനകത്ത് സ്മൂത്ത് ആയിട്ടുള്ള വാനില ഫ്ലേവർഡ് കസ്റ്റർഡ് ഫില്ലിംഗ്, ഫ്രഷ് ബ്ലൂബെറീസ്. ഇവിടെ പാർക്കിങ്ങിൻ്റെ ബഹളമുണ്ട്. വേറെ ആരും ഇവിടെ പാർക്കിങ്ങിൽ നിന്ന് ഇതുവരെ ഫുഡ് റിവ്യൂ ചെയ്തിട്ടുണ്ടാവില്ല. ഞാനാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. കൊള്ളാം, ബ്ലൂബെറി ടാർട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതെന്തായാലും ഇതിനകത്ത് ഇരിക്കട്ടെ.
എല്ലാം കൂടി ഇപ്പോൾ ഒറ്റയടിക്ക് കഴിക്കാൻ വയ്യ. ഒരു ബൈറ്റ് എടുത്ത് നമുക്ക് ക്ലോസ് ചെയ്ത് സൈഡിൽ വെക്കാം. ഇനി ഈ സ്ട്രോബെറി ഡാനിഷ് ഇതിൻ്റെ മേലെ അവർ എന്തോ ഒരു ഷുഗർ ഗ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെ, സെയിം കസ്റ്റർഡ് ക്രീമാണെന്ന് തോന്നുന്നു. ഒരു 4 പീസ് സ്ട്രോബെറി എന്നൊരു ബൈറ്റ് എടുക്കാം. ഡാനിഷിൻ്റെ ബേസ് കുറച്ച് സോഗി ആയിട്ടുണ്ട്, എന്നാലും ഫ്ലേക്കിയാണ്. നമ്മളൊരു എങ്ങനെ അതിനെ കറക്റ്റ് ഒരു ബണ്ണും അല്ല, ഒരു പപ്സും അല്ല, അങ്ങനത്തെ ഒരു മിക്സാണ്. ഒരു പക്ഷേ ഫ്രഷായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കസ്റ്റേർഡ് ഫീലിംഗ് ഒക്കെ മേലൊഴിക്കുമ്പോൾ എന്തായാലും അത് കുറച്ച് സോഗിയായി പോവും. ബട്ട് നമ്മൾ ആ ബ്ലൂബെറി ടാർട്ടിൽ കണ്ട അതേ ഫില്ലിങ് തന്നെയാണ്. ആ ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്ങിൽ ഈ ഷാർപ്പായിട്ടുള്ള പുളിപ്പുള്ള സ്ട്രോബെറീസ് കയറി വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഫൈനലി നമുക്ക് നമ്മുടെ ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്ക് ട്രൈ ചെയ്യാം. ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. മെല്ലെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് എടുത്തു നോക്കാം. ദിസ് ഈസ് സോ ഗുഡ്. ആ ചീസ് കേക്ക് വളരെ ലൈറ്റാണ്. ഓൾമോസ്റ്റ് ഒരു വിപ്പ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് അതവർ ചേരിക്കുന്നത്. ഇത് ബേക്ക് ചെയ്ത ചീസ് കേക്ക് ആണോ എന്നെനിക്കറിയില്ല. അല്ല, ഇത് ബേക്ക് ചെയ്ത ചീസ് കേക്ക് അല്ല. കാരണം ഇത് ക്രസ്റ്റ് അവർ ചേരിക്കുന്ന കേക്കിലാണ്. നോർമലി മറ്റേ ബിസ്ക്കറ്റ് ക്രംബ് വെച്ചാണ് ക്രസ്റ്റ് ചെയ്യാറ്. ഇത് അങ്ങനെയല്ല, ഇത് ഒരു സ്പഞ്ച് കേക്കിൻ്റെ ചെറിയൊരു ലെയറിന് താഴെയാണ് ഇവർ ഈ ക്രീം വൈപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേക്ക്ഡ് ചീസ് കേക്ക് അല്ല, നോ ബേക്ക് ചീസ് കേക്കാണ്. ബട്ട് സോ ക്രീമി. ആ ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. ഹൈലി റെക്കമെൻഡ്. ഇത് 120 രൂപയാണ് തോന്നുന്നു ഒരു പീസിന്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഡ്രോണൊക്കെ പറത്തി ആരോ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. ഡ്രോൺ എത്രത്തോളം ക്യാമറയിൽ വിസിബിൾ ആണെന്ന് അറിയില്ല. എൻ്റെ തലയുടെ മേലെ കൂടെ ആ ഡ്രോൺ ഇപ്പോൾ പറന്നു പോയി. ശബ്ദം കേട്ട് നോക്കിയപ്പോഴത്തേക്ക് ആ ഡ്രോൺ ഇങ്ങനെ കുതിച്ച് പാഞ്ഞ് മേലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ഈ ലൈറ്റ് ഇങ്ങനെ ഒരു റെയിൻ ആയത് ഭയങ്കര പാടായിപ്പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വിഷ്വൽസിൻ്റെ ഭംഗി വേറെ ലെവലായനെ പാലക്കാടൻ വെയിലിൽ കാണാനായിട്ട്. അങ്ങനെ പാലക്കാട് ലുലുവിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പെന്ന് തന്നെ പറയാം. എൻ്റെ മാത്രമല്ല, ഒരുപാട് പാലക്കാടുകാരുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു നമുക്ക് സ്വന്തമായിട്ട് ഒരു ലുലു. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പറമ്പിൽ ഇനി എന്താ പറയുക, കാഴ്ചപ്പറമ്പിൻ്റെ മുഖമുദ്ര തന്നെ മാറുന്നു. പാലക്കാടിൻ്റെ തന്നെ ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് തന്നെ പറയാം ലുലു വന്നത്. കാരണം ലുലുവിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒരുപാട് പുതിയ ഡെവലപ്മെൻറ്റ്സ് ആണ്. കാരണം ലുലു എന്ന് പറയുന്നത് എപ്പോഴും ഡെവലപ്മെൻറ്റ്സിൻ്റെ കൂടെ ഒത്തു വായിക്കാവുന്ന ഒരു ഗ്രൂപ്പാണ് ലുലു ഗ്രൂപ്പ്. അപ്പോൾ ലുലുവിൻ്റെ ഒരു എൻട്രി മാത്രമാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ മാള്. കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് പാലക്കാടിലേക്ക് വരാൻ ലുലു എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇതോടുകൂടി ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.